السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ രക്ഷിതാക്കളെ, കാരണവന്മാരെ, സഹോദരി സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്ന് പ്രത്യേകമായി എന്നെയും നിങ്ങളെയുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അല്ലാഹു തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ഇത്തരം ദീനി മജ്‌ലിസുകളിൽ ദുആ ചെയ്യാനായി പ്രത്യേകം പറഞ്ഞേൽപ്പിച്ച ധാരാളം സഹോദരി സഹോദരങ്ങളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അവൻ്റെ റഹ്മത്തും ബറക്കത്തുമെല്ലാം വർഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഒരു ദിവസം പൂർണ്ണമായും അല്ലാഹുവിന്റെ ദീന് പറയാനും കേൾക്കാനുമെല്ലാമായി മാറ്റിവെച്ചിരിക്കുകയാണ് ഈ ഒരു ഫാമിലി മീറ്റിലൂടെ. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം ഒരു സ്വാലിഹായ അമലായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ ഏറ്റവും അടിസ്ഥാനം നമ്മുടെ ആദർശ നയ നിലപാടുകൾ തന്നെയാണ്. ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ ധാരാളം സംഘങ്ങളുണ്ട്. വ്യത്യസ്തമായ ആശയങ്ങളുമായിട്ടാണ് എല്ലാ സംഘങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഇന്നു മാത്രമല്ല, ഏതാണ്ട് ആദ്യകാലം മുതൽ എന്നും അങ്ങനെ തന്നെയാണ്. സ്വഹാബിമാർ മരിച്ചു തീരും മുമ്പ് ഖദരികളും ഖവാരിജുകളും ഷിയാക്കളുമെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. താബഈങ്ങളുടെ കാലഘട്ടത്തിലാണ് മുഅ്തസിലിയാക്കൾ ഉടലെടുത്തത്. തൊട്ടടുത്ത തലമുറകളിലാണ് ജബരികളും ജഹ്മികളും ജഅദികളും തസവുഫിന്റെ ആളുകളുമെല്ലാം ഉണ്ടായി വന്നത്. അവിടുന്ന് ഇങ്ങോട്ട് വ്യത്യസ്തങ്ങളായ സംഘങ്ങൾ ഉടലെടുക്കുകയും നയ നിലപാടുകളിൽ വളരെ ഗൗരവമേറിയ വ്യതിയാനങ്ങൾ പോലും അത്തരം സംഘങ്ങളിൽ ഉണ്ടായിത്തീരുകയും ചെയ്തുവെന്നതാണ് ചരിത്രം നൽകുന്ന പാഠം. അതുകൊണ്ട് വ്യതിയാനങ്ങളിൽ നിന്ന് ആരും മുക്തരല്ല. ദീനിനു വേണ്ടി വലിയ ധീരമായ സേവനങ്ങൾ ചെയ്ത മഹാപണ്ഡിതന്മാര് പോലും പിൽക്കാലത്ത് വഴിമാറി സഞ്ചരിച്ചവരുണ്ട്. ആയുസ്സിന്റെ നല്ലൊരു കാലം തെറ്റായ വഴിയിൽ പ്രവർത്തിക്കുകയും അവസാന കാലങ്ങളിൽ തിരിച്ചറിവുണ്ടായി പശ്ചാത്തപിച്ച് തൗബ ചെയ്ത്
ശരിയായ ആദർശ വഴിയിലേക്ക് മാറി വരാൻ തൗഫീഖ് ലഭിച്ച മഹാപണ്ഡിതന്മാരും ലോക ചരിത്രത്തിൽ ധാരാളമായി കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. എത്ര വലിയ അറിവും കഴിവുമുണ്ടെങ്കിലും ഒരു വേള വഴിമാറി സഞ്ചരിക്കാൻ നിമിഷങ്ങൾ മതി എന്നാണ് അതൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ട് നമ്മുടെ നയനിലപാടുകളെ, ആദർശങ്ങളെ പഠിച്ചുകൊണ്ടേയിരിക്കുക, പുതുക്കിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ ഇഖ്ലാസിനെ, നിയ്യത്തിനെ എല്ലാം എപ്പോഴും അത് പരിശോധന വിധേയമാക്കിക്കൊണ്ടേയിരിക്കുക. ഏത് ഫിത്നകൾ നാട്ടിൽ വന്നാലും ശരി, ആ ഫിത്നകളൊന്നും എൻ്റെ ഈമാൻ നഷ്ടപ്പെടുത്തിക്കൂടാ, എൻ്റെ സ്വർഗം നഷ്ടമായിക്കൂടാ, ഞാൻ നരകത്തിൽ പോകാൻ നിമിത്തമായിക്കൂടാ എന്ന നിർബന്ധ ബുദ്ധി നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കുക. റഹ്മാനായ റബ്ബിനോട് ധാരാളമായി ദുആ ചെയ്യുക. ആ റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമാണ് നേരായ വഴിയിൽ എത്തിപ്പെടുവാനും ആ വഴിയിൽ ഉറച്ചു നിൽക്കുവാനും ആ വഴിയിലായി തന്നെ മരിക്കുവാനും സാധിക്കുക. അല്ലാഹു തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവും റസൂലും പഠിപ്പിച്ച ശരിയായ ദീനിന്റെ വഴിയിൽ നിന്നാണ് എല്ലാ സംഘങ്ങളും വഴിമാറിപ്പോയത് എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. സ്വഹാബത്തിന്റെ കാലത്ത് മുസ്ലിം എന്ന ഒറ്റ പേരേ ഉള്ളൂ, അത് വേറെ പേരുകളില്ല. അന്ന് എല്ലാവരും മുസ്ലിമാണ്. അന്ന് രണ്ട് വിഭാഗം മനുഷ്യന്മാരേ ഉള്ളൂ, ഒന്ന് മുസ്ലിം, മറ്റൊന്ന് മുസ്ലിം അല്ലാത്തത്. ഇതല്ലാതെ വേറെ ഒന്ന് അവിടെ ഇല്ല. ഒരാൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ വിശ്വാസം എന്താ, നിലപാടെന്താ, ആദർശം എന്താ, അയാളുടെ ആരാധനാ കർമ്മങ്ങൾ എന്താണ് എന്നെല്ലാം കൃത്യമായി വ്യക്തമാണ്. വേറെ ചോദ്യങ്ങൾ ആവശ്യമില്ല. ചില ആളുകൾ പറയും മുസ്ലിം എന്ന് പറഞ്ഞ പോലെ പിന്നെന്തിനാണ് വേറെ കുറെ സുന്നിയും മുജാഹിദും അതിൽ തന്നെ വേറെ കുറെ പേരുകളുമൊക്കെ എന്തിനാണ് എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. എല്ലാവരും ഒരേ പ്രകാരം ദീനപ്രകാരം ജീവിച്ചു പോകുന്നവരാണ് എങ്കിൽ ഒറ്റ പേര് ആവശ്യമുള്ളൂ. വ്യാജനകൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായും വ്യാജനെയും അല്ലാത്തനെയും വേർതിരിക്കുന്ന ചില ഐഡന്റിറ്റികൾ ആവശ്യമായി വരും. അത് ഇക്കാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും അങ്ങനെ സ്വീകരിക്കപ്പെട്ടു പോന്നിട്ടുമുണ്ട്. സൂചിപ്പിച്ചുവല്ലോ, സ്വഹാബിമാർ മരിച്ചതിനു മുമ്പായി ഖവാരിജികൾ രംഗത്ത് വന്നു, ഷിയാക്കൾ രംഗത്ത് വന്നു, അതേപോലെ ഖദരികളും രംഗത്ത് വന്നു. ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ മദീനയിൽ തെരുവോരങ്ങളിൽ, അങ്ങാടികളിൽ ഉറക്കെ പ്രഖ്യാപിക്കുമായിരുന്നു, ഖദർ നിഷേധിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ ഖദറിനെ, തീരുമാനങ്ങൾ, വിധിയെ നിഷേധിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ഇബ്നു ഉമർ അവരുമായി ബന്ധമില്ല, അവർക്ക് ഇബ്നു ഉമറുമായും ബന്ധമില്ല എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ പ്രഖ്യാപിക്കുമായിരുന്നുവെന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഖവാരിജുകളുമായി വാദപ്രതിവാദം നടത്തിയ ആളാണ്. ഈ ഉമ്മത്തിലെ ആദ്യത്തെ സംവാദം, ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ വാദപ്രതിവാദം എന്ന് പറയാവുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ എന്ന പ്രഗത്ഭനായ സ്വഹാബി, നബിതങ്ങളുടെ പിതൃവ്യപുത്രൻ, റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ ആലിം എന്ന അർത്ഥത്തിൽ ബഹറുൽ ഉമ്മ, ഹിബ്റുൽ ഉമ്മ എന്ന പേരിൽ പ്രസിദ്ധനായ, നബിതങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്തു കൊടുത്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹമാണ് ഈ ഉമ്മത്തിൽ ആദ്യമായി സംവാദം നടത്തിയത്. അത് മുസ്ലിമീങ്ങൾ തരപ്പെട്ട, അതിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ച ഖവാരിജുകളുമായിട്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവിടെ മുസ്ലിമീങ്ങൾ വ്യത്യസ്ത നയക്കാരായി മാറി എന്നർത്ഥം. ആ ഒരു കാലത്ത് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ മതിയാകാത്ത സാഹചര്യം വന്നു. കാരണം മുസ്ലിമീങ്ങളിൽ ഷിയാക്കളുണ്ട്, മുസ്ലിമീങ്ങളിൽ ഖവാരിജുകളുണ്ട്, മുസ്ലിമീങ്ങളിൽ ഖദർ നിഷേധിക്കുന്ന ഖദരികളുണ്ട്. അതുകൊണ്ട് ഒരാൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞാലും പിന്നെയും അയാൾ ഏതാണ് എന്ന് അറിയേണ്ടുന്ന, അതിന് വീണ്ടും ചോദിക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ താബഈങ്ങളുടെ കാലഘട്ടത്തിൽ ഹസൻ ബസ്രി റഹിമഹുള്ളയിൽ നിന്നൊക്കെ തെറ്റിപ്പിരിഞ്ഞു പോയിട്ടാണ് മുഅ്തസിലിയാക്കൾ എന്ന് പറയുന്ന സംഘം ഉണ്ടാകുന്നത്. ഹസൻ ബസ്രി 400ഓളം സ്വഹാബിമാരെ കണ്ട് ആ സ്വഹാബിമാരിൽ നിന്ന് ദീനു പഠിച്ച ഹിജ്റ 110 വഫാത്തായ പ്രഗത്ഭനായ താബിഈയാണ്. ആ ഹസൻ ബസ്രിയുടെ ശിഷ്യനായിരുന്ന വാസിൽ എന്ന് പറയുന്ന മനുഷ്യനാണ് പിന്നീട് തെറ്റായ വഴിക്ക് പോവുകയും
മുഅ്തസിലിയത്ത് എന്ന് പറയുന്ന യുക്തിവാദം മതത്തിന്റെ പേരിൽ കൊണ്ടുവരികയും പ്രമാണങ്ങളെക്കാൾ ഏറെ ബുദ്ധിക്ക് പ്രാമുഖ്യം നൽകുകയും ആ ബുദ്ധിക്ക് യോജിക്കാത്ത ധാരാളം പ്രമാണങ്ങളെ നിഷേധിക്കാനും തള്ളാനും തെറ്റായി വ്യാഖ്യാനിക്കാനുമെല്ലാം ധൈര്യം കാണിച്ചുകൊണ്ട് രംഗത്ത് വന്ന മുഅ്തസിലിയ വിഭാഗം. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് വീണ്ടും എണ്ണം കൂടി വരികയാണ്. ആ ഘട്ടം വന്നപ്പോൾ ഒരാൾ മുസ്ലിമാണ് എന്ന് പറഞ്ഞാലും പിന്നെയും ഒരു അധികമായ ഐഡന്റിറ്റി ആവശ്യമായി വന്നു. അവിടെയാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പേര് അന്നത്തെ മുസ്ലിമീങ്ങൾ സ്വീകരിച്ചത്. അയാൾ മുസ്ലിമാന്ന് പറഞ്ഞാൽ പോരാ, നീ അഹ്ലുസുന്നയാണോ എന്ന് ചോദിക്കും. അതല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി അയാൾ നിലപാട് ശരിയല്ല. അന്നതേ ആവശ്യമുള്ളൂ. അഹ്ലുസുന്നയാണോ അല്ലേ? അപ്പൊ ഷിയാക്കൾ അഹ്ലുസുന്നയാണെന്ന് അവകാശപ്പെടുന്നില്ല, ഖവാരിജികൾ അഹ്ലുസുന്നയാണ് അവകാശപ്പെടുന്നില്ല, ഖദരികൾ അഹ്ലുസുന്നയാണ് അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ മുസ്ലിമാണെന്ന് പരിചയപ്പെടുത്തിയാലും ചോദിക്കും, നീ ഏത് വിഭാഗമാണ്? അഹ്ലുസുന്നയാണ് എന്ന് പറഞ്ഞാൽ അയാളെ സ്വീകരിക്കാമെന്ന സാഹചര്യമുണ്ടായി. ബഹുമാനായ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ അൽ ഇമാമുൽ അഅ്ളം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹിജ്റ 150 മരണപ്പെട്ട താബിഇയോ താബിഇയോ ആയ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, അദ്ദേഹം ചില സ്വഹാബിമാരെ കണ്ടുവന്ന് ചില അഭിപ്രായങ്ങൾ ഉണ്ട്. അത് ഖണ്ഡിതമായി തെളിയിക്കപ്പെട്ട കാര്യമല്ല. ആ സ്വഹാബിമാരെ കണ്ടത് ശരിയാണെങ്കിൽ അദ്ദേഹം താബിഇയാണ്, അല്ലെങ്കിൽ അദ്ദേഹം താബിഇയാണ്. കൂഫക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം കൂഫയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജിനായി പുറപ്പെടുന്നു. അന്നത്തെ കാലത്ത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദീർഘമായ യാത്രയായിരിക്കുമല്ലോ ഒരു ഹജ്ജ് യാത്ര. അദ്ദേഹം ഹജ്ജിനായി വരുമ്പോൾ അദ്ദേഹം ദുആ ചെയ്യുന്നു, അല്ലാഹുവേ, ഈ ഒരു ഹജ്ജ് യാത്രയിൽ ഒരു സ്വാലിഹായ മനുഷ്യനെ നീ എൻ്റെ യാത്രയിൽ കൂട്ടുകാരനായി നീ നൽകണേ, ഒരു നല്ല ആളുമായി സഹവസിക്കാൻ നീ അവസരം നൽകണേ എന്ന ദുആ ചെയ്തുകൊണ്ടാണ് അബൂ ഹനീഫ റഹിമഹുല്ലാ ഹജ്ജിനായി പോരുന്നത്. അങ്ങനെ അദ്ദേഹം മക്കയിലെത്തി ഹജ്ജിന്റെ ആ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, പ്രഗത്ഭനായ താബിഈ അത്വാ ഇബ്നു അബീ റബാഹ് റഹിമഹുല്ലാ ഈ വർഷം ഹജ്ജ് ചെയ്യുന്നുണ്ട് എന്ന്. അബൂ ഹനീഫ ഇമാമിന് വലിയ സന്തോഷമായി. അത്വാഇനെ പോലുള്ള ഒരു മഹാപണ്ഡിതന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഭവമായിരിക്കും. ഒരുപാട് ദീനീ വിഷയങ്ങൾ ചോദിച്ചു പഠിക്കാൻ കഴിയും. അങ്ങനെ അബൂ ഹനീഫ റഹിമഹുല്ലാ അത്വാഇനെ ചെന്ന് കാണുന്നു. ഇതിന് ചോദിക്കുന്നു, ഞാനും താങ്കളുടെ കൂടെ സഹവസിക്കട്ടെയോ ഈ ദിവസങ്ങളിൽ, ഈ ഹജ്ജ് വേളയിൽ, ഈ ദിവസങ്ങളിൽ നിങ്ങളെ കൂടെ ഞാനും സഹവസിക്കട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ അത്വാ ചോദിക്കുന്ന മറുചോദ്യമുണ്ട്, മിമ്മൻ അൻത, മിമ്മൻ അൻത, നീ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്? നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നീ ഏത് ഗ്രൂപ്പാണ്? ഇത് ഏത് കാലത്താ ചോദിക്കുന്നത്? താബിഇയാണ് ചോദിക്കുന്നത്, താബിഇയാണ്. ആരോടാ ചോദ്യം? ഒരു താബിഇയായ അല്ലെങ്കിൽ താബിഇയായ അബൂ ഹനീഫയോടാണ് ചോദ്യം. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാ? അത് നോക്കിയിട്ടേ കൂടെ കൂടാൻ പറ്റുള്ളൂ എന്നർത്ഥം. ഹജ്ജിന് വന്ന ആളാണ്, മുസ്ലിമാണെന്ന് ഉറപ്പാണല്ലോ, സംശയമൊന്നുമില്ല. എന്നിട്ടാ ചോദിക്കുന്നത് നിങ്ങൾ ഏതാണ്? അപ്പൊ അദ്ദേഹം തന്റെ ഐഡന്റിറ്റി, തന്റെ ആശയം അദ്ദേഹം പരിചയപ്പെടുത്തി. മിമ്മല്ലാ യസുബ്ബു സലഫ് വയുഅ്മിനു ബിൽ ഖദർ വലാ യുകഫിറു അഹദൻ ബിദംബിൻ ഇർതകബ. ഞാൻ ഒരിക്കലും സ്വഹാബിമാരെ ആക്ഷേപിക്കാത്ത ആളാണ്, അള്ളാഹുവിന്റെ ഖദാ ഖദർ അംഗീകരിക്കുന്ന ആളാണ്. വൻ പാപത്തിന്റെ പേരിൽ മുസ്ലിമീങ്ങളാരെയും കാഫിറായി മുദ്ര കുത്താത്ത ആളാണ് ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. അഥവാ ഞാൻ ഷിയ അല്ല, ഖവാരിജ് അല്ല, മുഅ്തസിലി അല്ല, ഖദരി അല്ല എന്നതൊക്കെ പറയുന്നതിന് പകരം അദ്ദേഹം പ്രയോഗിച്ച ഈ പദപ്രയോഗങ്ങൾ, 3 ഐഡന്റിറ്റികൾ അബൂ ഹനീഫ റഹിമഹുല്ലാ പറയുമ്പോൾ അത്വാ പറയുന്നു, അറഫ്തു ഫൽസം, അറഫ്തു, എനിക്ക് നിങ്ങളെ മനസ്സിലായി, ഫൽസം, കൂടെ കൂടിക്കൊള്ളുക. ആ കാലത്ത് തന്നെ അത്തരം സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം. അവിടെയൊക്കെ നമ്മുടെ നിലപാടുകൾ കൃത്യമാവുക എന്നത് പ്രധാനം തന്നെയാണ്. എല്ലാ മുസ്ലിമീങ്ങളല്ലേ, എല്ലാവരും ഇസ്ലാമല്ലേ എന്ന ഒഴുക്കൻ മട്ടിൽ ഏതെങ്കിലും സ്വീകരിച്ച് ഏതെങ്കിലും പിന്നാലെ കൂടി പോയാൽ പരലോകത്ത് രക്ഷപ്പെടണമെന്നില്ല. ഒരു ചെറിയ വ്യതിയാനം പോലും ഒരുപക്ഷെ ഈമാൻ നഷ്ടപ്പെടാൻ കാരണമായേക്കാം. അതുകൊണ്ട് പുതിയ പുതിയ സംഘങ്ങളും പുതിയ പുതിയ വാദങ്ങളും ഇസ്ലാമിന്റെ പേരിൽ കടന്നു വരുമ്പോൾ നമ്മുടെ നയനിലപാടുകൾ ഒന്നുകൂടെ ഉറപ്പുവരുത്തുകയും കൂടുതൽ ആഴത്തിൽ പഠിക്കുകയും തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുകയും പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ
സ്വഹാബിമാർ സ്വീകരിച്ച, താബിഈകൾ സ്വീകരിച്ച, അന്ന് അംഗീകരിക്കപ്പെട്ട ശരിയായ ദീൻ ഏതാണോ, ആ ദീനിന്റെ നയ നിലപാടുകൾ ഏതാണോ, അതിൽ തന്നെയാണ് ഞാനുള്ളത് എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അല്ല എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊക്കെ ഒരുപാട് പാർട്ടിയായി, ഒരുപാട് ഗ്രൂപ്പായി, എല്ലാം കണക്കാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്നാകെ അടച്ചാക്ഷേപിച്ചോ എല്ലാത്തിനെയും സ്വീകരിച്ചു കൊണ്ട് പോകുന്നുവെങ്കിൽ ദുനിയാവിൽ ഒരു പക്ഷേ അത് അംഗീകാരമായി മാറിയേക്കാം. പക്ഷെ പരലോകത്തത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ എന്താണ്, എവിടെയാണ് നമ്മുടെ കൂട്ടായ്മ വേട്ടു നിൽക്കുന്നത്? നമ്മുടെ നയനിലപാട് എന്താണ് സവിശേഷത? ഒരുപാട് സംഘങ്ങളും സംഘടനകളും വേറെ ഉണ്ടായിട്ടും പിന്നെയും എന്തിനാണ് ഒരു ഓർഗനൈസേഷൻ വിസ്ഡം എന്ന പേര് രൂപീകരിക്കുകയും വേറിട്ട് നിൽക്കുകയും പ്രത്യേകമായ പള്ളികളും മദ്രസകളും ക്യാമ്പുകളും ക്ലാസുകളും സമ്മേളനങ്ങളും എല്ലാം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്? അത് കേവലം ഒരു സംഘടനയ്ക്ക് വേണ്ടി ആണെങ്കിൽ വൻ നഷ്ടമാണ്. ഒരു പേരിനും പെരുമക്കും വേണ്ടിയാണെങ്കിൽ നഷ്ടമാണ്. അതേസമയം ശരിയായ ദീനിന്റെ എല്ലാ വശങ്ങളെയും ശരിയാവണ്ണം ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും പ്രചരിപ്പിക്കാനും ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയല്ലാതെ ഇനി വേറെ മാർഗമില്ല എന്ന് ബോധ്യമായപ്പോഴാണ് അതിലേക്ക് മാറിയത് എങ്കിൽ അത് ആവശ്യവുമാണ്. സഹോദരങ്ങളെ, വിശ്വാസ കാര്യങ്ങളിൽ, നയനിലപാടുകളിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു ശരിയായ റൂട്ടുണ്ട്. ആ റൂട്ടിൽ നിന്നാണ് ബാക്കി എല്ലാവരും തിരിഞ്ഞു പോകുന്നത്. രണ്ടു വഴിക്ക് തിരിഞ്ഞു പോവുകയുള്ളൂ. സൂറത്ത് ഫാത്തിഹയിലെ പ്രാർത്ഥന അതാ സൂചിപ്പിക്കുന്നത്. വഴികേട് 2 എണ്ണം, ശരി 1, മൊത്തം 3 എണ്ണം. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. റബ്ബേ സിറാത്തുൽ മുസ്തഖീമിലേക്ക്, നേരായ വഴിയിലേക്ക് നീ ഞങ്ങളെ ചേർക്കണേ അല്ലാ. അതാണ് നേരായ വഴി, അഥവാ അംബിയാഇന്റെ വഴിയാണ്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, റബ്ബിന്റെ നിഅമത്ത് ലഭിച്ച, റബ്ബിന്റെ അനുഗ്രഹം ലഭിച്ചവരുടെ മാർഗമാണ്. അംബിയാക്കളുടെ, സുദ്ദീഖീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ, ശുഹദാഇന്റെ മാർഗമാണ്. അതാണ് ഒന്നാമത്തെ വഴി. ആ വഴിയിൽ നിന്ന് 2 കോലത്തിൽ തെറ്റിപ്പോകും. അതാണ് 1 ഗൈറിൽ മഗ്ദൂബി അലൈഹിം, 2 വലദ്ദാലീൻ. 2 വഴിക്കേ തെറ്റുകയുള്ളൂ. ഒന്നുകിൽ അറിഞ്ഞു പഠിച്ച് ബോധ്യപ്പെട്ടിട്ട് തെറ്റിപ്പോവുക, 2 അറിയാതെ അറിവില്ലായ്മ കൊണ്ട് അബദ്ധത്തിൽ പോയി ചാടുക. അത് 2 ഉണ്ടാവുള്ളൂ. മഗ്ദൂബി അലൈഹിം എന്ന് പറയുന്നത് അറിഞ്ഞ് ബോധ്യപ്പെട്ട് സത്യം മനസ്സിലായിട്ട് ആ സത്യത്തിൽ നിന്ന് മറികടന്നു പോയി അല്ലാത്ത വഴിയിലേക്കുള്ള വ്യതിയാനങ്ങളാണ് മഗ്ദൂബി അലൈഹിം എന്ന് പറയുന്ന യഹൂദികളുടെ മാർഗം. ളാലീൻ എന്ന് പറയുന്നത് ഇഖ്ലാസ് ഉണ്ട്, ആത്മാർത്ഥതയുണ്ട്, പക്ഷെ പഠിച്ചില്ല, അറിഞ്ഞില്ല, കൃത്യമായി മനസ്സിലാക്കിയില്ല. ആ അറിവില്ലായ്മ കൊണ്ട് വഴികേടിലായിപ്പോയി, വലാലത്തിലായിപ്പോയി. അതാണ് വലദ്ദാലീൻ, നസ്വാറാക്കളുടെ മാർഗം. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത് മൻ ഫസല മിൻ ഉലമാഇനാ ഫഫീഹി ശബഹും മിനൽ യഹൂദ് വമൻ ഫസല മിൻ ഉബ്ബാദിനാ ഫഫീഹി ശബഹും മിനൻ നസ്വാറ. നമ്മുടെ പണ്ഡിതന്മാരിൽ, അറിവുള്ളവരിൽ ഒരാൾ ഫസാദാകുന്നുവെങ്കിൽ, അയാൾ ദുഷിച്ചു പോകുന്നുവെങ്കിൽ അയാളുടെ സാദൃശ്യം യഹൂദികളോടാണ്. ഇതല്ല സാധാരണക്കാർ, ഇബാദത്ത് ചെയ്യുന്ന, ആരാധന മുഴുകുന്ന, ഇൽമില്ലാത്ത ആളുകൾ, അവർ വഴിമാറി സഞ്ചരിക്കുന്നുവെങ്കിൽ അവർക്ക് സാദൃശ്യം നസ്വാറാക്കളോടാണ് എന്ന് മുൻഗാമികൾ രേഖപ്പെടുത്തി വെച്ചത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പൊ 2 വഴിക്ക് വഴിമാറുകയുള്ളൂ. ഒന്നുകിൽ പഠിച്ചു ബോധ്യപ്പെട്ടിട്ട് തന്നെ അതിനെതിരായി പോകുന്നു, അല്ലെങ്കിൽ അറിയാതെ ശരിയാണെന്ന് കരുതി തെറ്റായ വഴിക്ക് സഞ്ചരിച്ചു പോകുന്നു. ഈ 2 വഴികേടിൽ 2 വ്യതിയാനങ്ങളെ ഉള്ളൂ. അഥവാ 1 മതത്തിന് സ്ഥിരപ്പെട്ടവയെ തള്ളിക്കളയുക, 2 മതമല്ലാത്തതിനെ മതമായി സ്വീകരിക്കുക. ഇതാണ് 2 വ്യതിയാനങ്ങൾ. 1 മതത്തിലുള്ളതാണ് ബോധ്യപ്പെട്ട, മതത്തിന്റെ ഭാഗമായതിനെ, ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടവയെ ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് സ്ഥിരപ്പെട്ട് അംഗീകരിക്കപ്പെട്ട പോകുന്ന കാര്യങ്ങളെ നിഷേധിച്ചും തള്ളിയും അവർ മറ്റൊരു വഴിക്ക് പോവുക. 2 മതത്തിൽ ഇല്ലാത്തതിനെ, മതമല്ലാത്തതിനെ പിന്നീട് മതമായി കൂട്ടിച്ചേർത്ത് മതത്തിന്റെ ഭാഗമാക്കി മാറ്റി അത് മതമായി ആചരിക്കുക. ഈ 2 വഴിക്കാണ് തെറ്റുക. എങ്കിൽ നമ്മുടെ കൂട്ടായ്മ സ്വീകരിക്കുന്ന നയം എന്താണ്? ഈ 2 വ്യതിയാനവും ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അത് ചെയ്യേണ്ടത് അല്ലാഹുവും റസൂലും ദീനായി പഠിപ്പിച്ച ഒരു കാര്യത്തെയും നിഷേധിക്കുന്നില്ല, പരിഹസിക്കുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല, ഒരു പുച്ഛഭാവം പോലുമില്ല. അല്ലാഹുവും റസൂലും പഠിപ്പിച്ചാൽ അത് 100% അംഗീകരിക്കാൻ തയ്യാറാണ് എന്ന നിലപാട്. 2 അല്ലാഹുവും റസൂലും പഠിപ്പിക്കാത്ത ഒന്ന്, ദീനിൽ ഇല്ലാത്ത ഒന്ന്
സ്വഹാബിമാരും താബഈകളും സ്വീകരിച്ചിട്ടില്ലാത്ത ഒന്ന്, അത് ആര് കൊണ്ടുവന്നാലും ശരി, എത്ര ആയിരം മനുഷ്യന്മാർ ചെയ്താലും ശരി, ലോകം മുഴുവനും ആ വഴി സ്വീകരിച്ചാലും ശരി, ആ വഴി നമുക്ക് വേണ്ട എന്ന ഉറച്ച തീരുമാനം. അത് രണ്ടും ആത്മാർത്ഥമായി പാലിക്കാൻ കഴിയുമോ എങ്കിൽ ഹക്കിലാണെന്ന് മനസ്സിലാക്കാം. ഏതു മതസംഘടനക്കും തങ്ങളുടെ ആദർശ നിലപാടുകൾ ശരിയാണോ അല്ലേ എന്ന് അളന്നു മുറിക്കാൻ ഏറ്റവും നല്ല ഇസ്ലാം നിശ്ചയിച്ച അളവുകോൽ ഇതാണ്. ഏത് സംഘത്തോടും ചോദിക്കുക, എല്ലാവരും പറയാലോ ഞങ്ങളത് ശരിയാന്ന്, അങ്ങനെ പറയുള്ളൂ. നമ്മളും പറയും നമ്മുടേത് ശരിയാണത്. ഇവിടെ ലോകം മൊത്തം പടക്കുക പോലും ചെയ്ത, അത് അടക്കിമാണ് കൊണ്ടിരിക്കുന്നത് CM മടവൂരാണെന്ന് പറയുന്ന മനുഷ്യൻ, അയാളും പറയും അതാണ് ശരി. അത് സ്വാഭാവികമാണ്. എല്ലാവരും തൻ്റെ വാദം ശരിയാണെന്ന് പറയും. പക്ഷേ അത് ശരിയാണോ ശരിയല്ലേ എന്ന് തിരിച്ചറിയാൻ സ്വയം സ്വീകരിക്കാവുന്ന വ്യക്തികൾക്കും സംഘങ്ങൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കുമെല്ലാം സ്വീകരിക്കാവുന്ന അളവുകോലാണിത്. രണ്ട് കാര്യം നോക്കിയാൽ മതി. ഒന്ന്, അല്ലാഹും റസൂലും പഠിപ്പിച്ച ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാതെ മാറ്റിവെക്കുന്നുണ്ടോ? രണ്ട്, അല്ലാഹും റസൂലും പഠിപ്പിക്കാത്ത ഏതെങ്കിലും ഒന്ന് ദീനായി സ്വീകരിക്കുന്നുണ്ടോ? ഈ രണ്ടാലൊന്നും ഉണ്ടാകും വഴിമാറിയ എല്ലാവരിലും. ദീനിന്റെ ശരിയായ വഴിയിൽ നിന്ന് നമ്മൾ വഴിമാറി സഞ്ചരിച്ചാലും ശരി, പടച്ച റബ്ബ് കാത്തുരക്ഷിക്കുമാറാവട്ടെ, നമ്മൾ വഴിമാറി സഞ്ചരിച്ചാലും ശരി, ആ വഴിമാറ്റം ഈ രണ്ടൊരു വഴിക്കായിരിക്കും. ഒന്നുകിൽ സ്ഥിരപ്പെട്ട ആയത്തിനെ, സ്ഥിരപ്പെട്ട ഹദീസിനെ തൽക്കാലം മാറ്റിവെക്കുന്നു, അത് വഴികേടാണ്. രണ്ട്, സ്ഥിരപ്പെട്ടിട്ടില്ലാത്ത, ദീനിൽ ഇല്ലാത്ത, പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു പുതിയ നയത്തെ ദീനായി കൊണ്ടടക്കുന്നു, അതും വ്യതിയാനമാണ്. അത് രണ്ടുമില്ല എന്ന് ഉറപ്പിക്കാൻ ആർക്ക് കഴിയുമോ അവന്റെ ആശയമാണ് അജയ്യമായ ആശയം. കേവലം ഒരു പാർട്ടി മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഒരാൾ നന്നാകണമില്ല, മോശമാകുന്നില്ല. അതേസമയം തൻ്റെ വിശ്വാസാചാരങ്ങൾ, തൻ്റെ നയനിലപാടുകൾ ഈ ഒരു മാനദണ്ഡത്തിൽ പരിശോധന വിധേയമാക്കി അറിയാം എൻ്റെ എത്രമാത്രം ശരിയാണ് എന്നുള്ളത്. ഇന്ന് മുസ്ലിം മതസംഘടനകളായി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങളെ പരിശോധന വിധേയമാക്കിയാൽ നമുക്കറിയാം ഈ രണ്ടാളൊന്ന് കാണാം. അവിടെ സമസ്തക്കാരടക്കമുള്ള ആളുകൾ, എല്ലാ ശിർക്കും ഖുറാഫാത്തും ബിദ്അത്തുകളെയും കൊണ്ടെടുക്കുന്ന ആളുകൾ, അവർക്ക് ഈ രണ്ടിൽ എവിടെയാ പിഴച്ചത്? മതമല്ലാത്തതിനെ മതമാക്കി മാറ്റി. മതമല്ലാത്തതിനെ മതമാക്കി മാറ്റി. പിൽക്കാലത്ത് പലപ്പോഴായി ഉണ്ടാക്കപ്പെട്ട പലതിനെയും ദീനായി സ്വീകരിച്ചു. അങ്ങനെയാണ് ഈ പാട്ടും ബെയ്ത്തുകളും മാലയും മൗലിദും ഖാത്തിബും ഖുതുബിയത്തും ഹദ്ദാദും അടക്കമുള്ള ധാരാളം കർമ്മങ്ങൾ അവർ തന്നെയും സമ്മതിക്കുന്നു പ്രവാചകൻ പഠിപ്പിച്ചതല്ല, സ്വഹാബത്തിന് പരിചയമുള്ളതല്ല, താബഈങ്ങൾക്കറിയില്ല, ഇമാം ഷാഫിക്ക് പോലും പരിചയമില്ല, അതൊക്കെ പിൽക്കാലത്ത് വന്നതാണ് എന്ന് അവർ തന്നെയും സമ്മതിക്കുന്ന കാര്യങ്ങൾ ദീനായി കൊണ്ടടക്കുന്നു. അത് വ്യതിയാനമാണ്, മാർഗഭ്രംശമാണ്, ശരിയായ ആദർശ വഴിയിൽ നിന്ന് തെറ്റിപ്പോയതാണ്. അങ്ങനെയാണ് 300 കൊല്ലം മുമ്പ് മുതൽ അങ്ങോട്ടുണ്ടായി വന്ന വ്യത്യസ്തമായ പദ്യഗദ്യങ്ങൾ. 300 കൊല്ലം മുമ്പാണ് കുത്തുബിയത്തുണ്ടായത്, 400 കൊല്ലം മുമ്പാണ് മുഹീദ്ദീൻ മാലയുണ്ടായത്, 600 കൊല്ലം മുമ്പാണ് നാരിയാസ്ലാത്ത് ഉണ്ടായത്, 700 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ബുർദ ബൈത്തുണ്ടായത്, 800 കൊല്ലം മുമ്പാണ് നബിദിനാഘോഷം ഉണ്ടായത്. ഇത് അവരൊക്കെ സമ്മതിക്കുന്നു, എല്ലാവർക്കും തർക്കമില്ലാതെ അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാലും അതൊക്കെ ദീനാണെന്ന് പറയുന്നു. ചിലത് തമിഴ്നാട്ടിൽ നിന്ന്, ചിലത് കേരളത്തിൽ നിന്ന്, ചിലത് മറ്റു രാജ്യങ്ങളിൽ നിന്ന്, അങ്ങനെയൊക്കെ ഉണ്ടായി വന്ന ആചാരങ്ങളാണ് ഈ ആചാരങ്ങളൊക്കെയും. ഇല്ലാത്ത നിസ്കാരങ്ങൾ, ഇല്ലാത്ത നോമ്പുകൾ എല്ലാം കൊണ്ടുവന്നു. പുതിയ പുതിയ നിസ്കാരങ്ങൾ ഓരോ നാട്ടിൽ വരുന്നു, പുതിയ നോമ്പുണ്ടായി വരുന്നു. മിറാജ് നോമ്പും ബറാത്ത് നോമ്പും പോലെയുള്ള ഇല്ലാത്ത നോമ്പുകൾ, അതേപോലെ പുതിയ ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, പുതിയ പുതിയ ആരാധനാ മുറകൾ ഓരോ മഹലിലും മാറി മാറി വരുന്ന ഉസ്താദുമാർക്കനുസരിച്ച് ദീനിലാണ് മാറ്റം വരുന്നത്, ആചാരങ്ങളാണ് മാറുന്നത്. അങ്ങനെ ഇസ്ലാം ഉണ്ടാവില്ല. മതത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണെങ്കിൽ ഏതു കാലത്തും ഏത് നാട്ടിൽ ചെന്നാലും ഒരേ രൂപം തന്നെ ആയിരിക്കും. ലോകത്ത് എവിടെ സഞ്ചരിച്ചാലും ദീനിന് ഉള്ളൊരു കാര്യത്തിന് മാറ്റം ഉണ്ടാവില്ല. അമേരിക്കയിൽ പോയാൽ ചോദിക്കേണ്ടി വരുമോ ഇവിടെ സുബഹി എത്രയെന്നുള്ളത്? ഇല്ലല്ലോ. ഞങ്ങളുടെ നാട്ടിൽ സുബഹി 2ആണ്, ഇവിടെ എത്ര സുബഹി നിസ്കരിക്കൽ ചോദിക്കേണ്ടി വരില്ല. അവിടെ സുബഹിന്റെ മുമ്പ് സുന്നത്താണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഇവിടെ മുമ്പാണോ ശേഷാണോ സുന്നത്ത് ചോദിക്കേണ്ടി വരില്ല. കാലം മാറുമ്പോ, നാട് മാറുമ്പോ കോലം മാറൂല. അതാ ദീനിന്റെ പ്രത്യേകത. വ്യാജമായി പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ടതാണെങ്കിൽ ഈ നാട്ടിലുള്ളത്
മറ്റു നാട്ടിലുണ്ടാവില്ല, ഈ തലമുറയിലുള്ളത് വേറെ തലമുറയിൽ ഉണ്ടാവില്ല. ഇങ്ങനെ നാടും ദേശവും മാറുന്നതിനനുസരിച്ച് ദീനിന്റെ കോലങ്ങൾ മാറി മാറി വരുന്നുവെങ്കിൽ മനസ്സിലാക്കാം അത് ദീനല്ല, അത് പിൽക്കാലത്ത് ഉണ്ടാക്കപ്പെട്ടവയാണ്. തബ്ലീഗ് ജമാഅത്ത് അതുമായി ബന്ധപ്പെട്ട വിശദമായ മുഖാമുഖം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സംഘടിപ്പിച്ചുവല്ലോ. ഈ കൂട്ടായ്മ അവർ എഴുതി വെച്ച വിശ്വാസങ്ങൾ, വികലമായ വാദങ്ങൾ വളരെ വിശദമായി നമ്മുടെ കൃത്യമായ തെളിവ് സഹിതം എഴുതി പ്രദർശിപ്പിച്ച് കാണിച്ചുകൊണ്ട് കൃത്യമായി സമുദായത്തെ ബോധ്യപ്പെടുത്തി ആ വിശ്വാസങ്ങളൊക്കെ ദീനിനെതിരാണ് എന്ന് അവർ തന്നെയും അതിനുശേഷം ആവർത്തിച്ച് സമ്മതിക്കുന്നു എങ്കിൽ സഹോദരങ്ങളെ, അത് ശരിയായ റൂട്ടല്ല. ഇത്തരം ഏതു സംഘമെടുത്താലും സൂഫികൾ, ത്വരീഖത്തുകാർ, അവർക്കെല്ലാം സംഭവിച്ചത് ഇതേ വ്യതിയാനം തന്നെയാണ്. മറുവശത്ത് മതത്തിൽ ഉള്ളതിനെ തള്ളിക്കളയുന്നവർ, ആയത്തുകളെ ഹദീസുകളെ നിഷേധിക്കുന്നവർ, ഹദീസെ വേണ്ടെന്ന് പറഞ്ഞവർ മുതൽ തങ്ങൾക്ക് പറ്റാത്ത ഹദീസുകളെ മാറ്റിവെക്കുന്നവർ വരെ ആ ഗണത്തിലാണ് വരിക. അല്ലാഹുവിന്റെ റസൂൽ കാര്യം പഠിപ്പിച്ചുവെന്ന് ബോധ്യമായാൽ പിന്നെ അവിടെ ചോദ്യമില്ല. സ്വഹാബിമാരുടെ മാതൃക അതാണ്. അവർ ശീലിച്ചത് അങ്ങനെയാണ്. നബിതങ്ങൾ ചെരുപ്പിട്ട് നിസ്കരിച്ചു പള്ളിയിൽ വെച്ചുകൊണ്ട്. നബിതങ്ങൾ സാധാരണ പള്ളിയിൽ ചെരുപ്പിട്ട് നിസ്കരിക്കാറുള്ളത്, സ്വഹാബിമാരും ചെരുപ്പിട്ട് നിസ്കരിക്കാറുള്ളത്. എന്നാൽ ഒരു ദിവസം നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചെരുപ്പ് നിസ്കാരത്തിൽ അടിച്ച് സൈഡിലേക്ക് വെക്കുന്നു. ഇത് കാണുമ്പോൾ പിറകിലുള്ള മഅ്മൂമീങ്ങളായ സ്വഹാബിമാർ മുഴുവനും ചെരുപ്പഴിച്ചു വെക്കുന്നു. കണ്ടോ, നബിതങ്ങൾ ചെയ്താൽ എന്തേ നബി ചെയ്തത് ചോദ്യമില്ല. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബിതങ്ങൾ നോക്കുമ്പോൾ എല്ലാവരും ചെരുപ്പുണ്ട് അഴിച്ചു വെച്ചത്. നബിച്ച് എന്തു പറ്റി, എന്താ നിങ്ങൾക്ക് ചെരുപ്പഴിച്ചു വെച്ചത്? ഒന്നുമില്ല നബിയെ, നിങ്ങൾ ചെരുപ്പഴിച്ചു അപ്പൊ ഞങ്ങളും അഴിച്ചതാണ്. കണ്ടോ, നബിതങ്ങൾ ചെരുപ്പിട്ടപ്പോ അവർ ചെരുപ്പിട്ടു, നബിതങ്ങൾ ചെരുപ്പഴിച്ചപ്പോ അവരും ചെരുപ്പഴിച്ചു. നബിതങ്ങൾ പറഞ്ഞു, ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു എനിക്ക് വിവരം നൽകി, എന്റെ ചെരുപ്പിന്റെ അടിയിൽ മാലിന്യമുണ്ട് എന്നെനിക്ക് വിവരം നൽകി, അതുകൊണ്ട് അഴിച്ചു വെച്ചതാണ്. ആ കാരണം പോലും ആലോചിക്കാതെ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തോ എങ്കിൽ അപ്പടി ചെയ്യുക, അതാണ് ശരിയായ നിലപാട്. ഈ ഒരു നിലപാടിൽ അള്ളാഹുവിനെ കുറിച്ചും മറ്റു വിശ്വാസ കാര്യങ്ങളെ കുറിച്ചുമൊക്കെ പഠന വിധേയമാക്കുകയും നമ്മുടെ നിലപാട് അതുപ്രകാരം ക്രമീകരിക്കുകയും ചെയ്താൽ പിന്നെ തെറ്റിപ്പോകുന്ന പ്രശ്നമില്ല. തെറ്റു സംഭവിക്കുന്നത് അത് വേഗം മനസ്സിലാക്കാനും സാധിക്കും. അള്ളാഹിനെ കുറിച്ച് എന്തെല്ലാം വിശ്വാസം സമൂഹത്തിലുണ്ട്. പടച്ച റബ്ബിനെ കുറിച്ച് ഓരോ സംഘങ്ങൾക്ക് ഓരോ വിശ്വാസമാണ്. അള്ളാഹു എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന തബ്ലീഗ് ജമാഅത്തുകാരും സമസ്തക്കാരും അശ്അരികളും മാതുരിദികളും ഒക്കെ പടച്ച റബ്ബ് എല്ലായിടത്തും ഉണ്ട് എന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ ഖുർആൻ പഠിപ്പിച്ച വിശ്വാസമാണോ? അല്ല. ഹദീസിലുണ്ടോ? ഇല്ല. സ്വഹാബിമാർ ആരെങ്കിലും താബിഈകൾ ആരെങ്കിലും അങ്ങനെ പരിചയപ്പെടുത്തോ? ഇല്ല. അല്ലാഹു തആല എല്ലാ സ്ഥലത്തും ഉണ്ട് എന്നൊരാളും പഠിപ്പിച്ചില്ല. എന്നാൽ റബ്ബിന്റെ അറിവ്, അവന്റെ നിയന്ത്രണം, നിരീക്ഷണം അത് ലോകത്തെ മൊത്തം ചൂഴ്ന്നിരിക്കുന്നു. അള്ളാഹിന്റെ അറിവിൽ പെടാതെ, അവന്റെ നിരീക്ഷണത്തിൽ പെടാതെ രക്ഷപ്പെട്ടു പോകുന്ന ആരുമില്ല. അതിന് പുറത്തേക്ക് പോകാൻ കഴിയുന്ന ആരുമില്ല. എവിടെ പോയാലും ശരി, വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അവന്റെ അറിവ് കൊണ്ട്, നിയന്ത്രണം കൊണ്ട് അവൻ നിങ്ങളെ കൂടെയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. അതേസമയം ദാത്തിയായ അല്ലാഹു തആല അർശിലാണ്, ഉപരിലോകത്താണ് എന്ന് എത്ര ആയത്തുകൾ, ധാരാളം ആയത്തുകളിൽ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ പരിചയപ്പെടുത്തി. സുമ്മസ്തവാ അലൽ അർശ്, അർ-റഹ്മാൻ അലൽ അർശ് ഇസ്തവാ തുടങ്ങിയ പ്രയോഗങ്ങൾ 7 തവണ ഖുർആനിൽ ആവർത്തിച്ചു വന്നു. സമാനമായ മറ്റൊരുപാട് പദപ്രയോഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുന്നു. ഹദീസിൽ ധാരാളമായി അത് വ്യക്തമായി പഠിപ്പിക്കപ്പെടുന്നു. എന്നിട്ട് പോലും അതിനെ മുഴുവൻ മറികടന്ന് അശ്അരി വിശ്വാസം, മാതുരിദി വിശ്വാസം, സൂഫി വിശ്വാസം അതാണ് നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷ മുസ്ലിമീങ്ങളും സ്വീകരിച്ചു പോകുന്നത്. പടച്ച തുല്യന്മാരില്ല. അള്ളാഹുവിന്റെ ഒരു വിശേഷണവും പടപ്പുകളെ പോലെയല്ല, പടപ്പുകളുടെ ഒരു വിശേഷണവും അള്ളാഹിനെ പോലെയുമല്ല. ലൈസ കമിസ്ലിഹി ഷൈ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല, പടച്ചോനെ പോലെ യാതൊന്നുമില്ല. ഒരു പടപ്പും അള്ളാഹിനെ പോലാവില്ല. ലോകത്ത് രണ്ടേ ഉള്ളൂ, ഒന്ന് പടച്ചവൻ, രണ്ട് പടക്കപ്പെട്ടവൻ. ഇതേ ഉള്ളൂ. ഒന്ന് പടച്ചവൻ ഖാലിഖ്, രണ്ട് പടക്കപ്പെട്ടവൻ മഖ്ലൂഖ്. ഇത് രണ്ടുമല്ലാത്ത ഒന്നില്ല. അള്ളയാണ് ഖാലിഖ്, ബാക്കിയെല്ലാം മഖ്ലൂഖാണ്. അതാണ് അൽ ആലം, സർവ്വലോകമെന്ന് നമ്മൾ സാധാരണ അർത്ഥം പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് പറയാറുണ്ടല്ലോ.
അൽ ആലം എന്നാൽ സർവ്വലോകം. എന്താ ആലം? മലയാളത്തിൽ സർവ്വലോകം എന്ന് പറയും. അത് പോരാ, അത് മലയാള ഭാഷയുടെ പരിമിതിയാണ്. യഥാർത്ഥത്തിൽ അൽ ആലം എന്ന വാക്കിന് അറബിൽ നൽകുന്ന വ്യാഖ്യാനം മാ സിവല്ലാഹി സുബ്ഹാനഹു വ തആല എന്ന, അല്ലാഹു തആല അല്ലാത്ത ബാക്കിയെല്ലാം, അതാണ് ആലം എന്ന് പറയുക. പടച്ച റബ്ബല്ലാത്ത ബാക്കി എല്ലാത്തിനും പറയുന്ന പേരാണ് അൽ ആലം. അതുകൊണ്ട് സർവ്വലോകവും എന്ന് നമ്മൾ അർത്ഥം വെക്കുന്നത്. സർവം എന്ന വാക്ക് അതിനാണ് ചേർത്തത്. ആ സർവ്വലോകങ്ങളുടെയും റബ്ബ്, എല്ലാം സൃഷ്ടിച്ചവൻ, എല്ലാം സംരക്ഷിക്കുന്നവൻ, എല്ലാം പരിപാലിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, അതാ റബ്ബുൽ ആലം, റബ്ബുൽ ആലമീൻ, മുദബ്ബിറുൽ ആലം എന്നൊക്കെ അർത്ഥത്തിലാണ് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. അവിടെയാണ് അല്ലാഹുക്ക് തുല്യനായി മുദബ്ബിറുൽ ആലം എന്ന പേര് പോലും റബ്ബല്ലാത്തവർക്ക് വകവെച്ച് കൊടുക്കുന്നത്. ഇവിടെ CM മടവൂരാണ് മുദബ്ബിറുൽ ആലം എന്നാണ് പറഞ്ഞു പാടി എത്തിച്ചത്. അപ്പൊ അവസാനം ഇറങ്ങിയ പാട്ട് പറഞ്ഞതോ അതിനും അപ്പുറത്താണെന്നാണ്. ഒരു കാലത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ആലമിന്റെ മുദബ്ബിറാണ്. ഇന്ന് അതിനും മേലേക്ക് അദ്ദേഹം എത്തിയെന്നാണ് ഇപ്പൊ മിഞ്ഞാന്നിറങ്ങിയ പാട്ട് കേട്ടത്. മുദബ്ബിർ ആലമല്ല, അതിനും മേലെയാണ് എന്നാണ്. സഹോദരങ്ങളെ, ഈ വിശ്വാസം എങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നു? എന്തു ന്യായം പറഞ്ഞാലും ശരി, എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? റഹ്മാനായ റബ്ബിന് എന്തെങ്കിലും ഒന്ന് സൃഷ്ടികളിൽ ആർക്കെങ്കിലും ഒന്ന് സമാനമായി ഉണ്ടാകുമോ? ഒരിക്കലുമില്ല. നബി ഞങ്ങളെ മുമ്പിൽ വന്നൊരാൾ പറയുന്നു മാഷാ അല്ലാഹു വശിഅ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളും അല്ലാഹുവും ഉദ്ദേശിച്ചാൽ അത് നടക്കും, അല്ലാഹുവും റസൂലും വിചാരിച്ചാൽ അത് നടക്കുമെന്ന് പറയുമ്പോൾ നബി ഞങ്ങൾ ഉടനെ ചോദിച്ചു അജഅൽതനി ലില്ലാഹി നിദ്ദാ, അജഅൽതനി ലില്ലാഹി നിദ്ദാ, നീ എന്നെ അല്ലാഹുവിനോട് തുല്യനാക്കുകയാണോ? നീ എന്നെ അല്ലാഹുവിനോട് തുല്യനാക്കുകയാണോ? എന്തേ പറഞ്ഞുള്ളൂ? അല്ലാഹുവും റസൂലും വിചാരിച്ചാൽ. പക്ഷെ ആ ഒരു വാക്ക് പോലും നബി അല്ലാഹുവിനെ പോലെയാണ് പറഞ്ഞിട്ടില്ല. അല്ലാഹ് വിചാരിക്കും പോലെ വിചാരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് മാഷാ അല്ലാഹ് വശിഅ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളും അല്ലാഹുവും ഉദ്ദേശിച്ചാൽ. നബി ഞങ്ങളുടെ പ്രതികരണം നീ എന്നെ അല്ലാഹുക്ക് തുല്യനാക്കുകയാണോ? അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരു മരം വേണമെന്ന് ആവശ്യപ്പെട്ടു സഹാബിമാരിൽ ചിലർ. ഹുനൈൻ യുദ്ധത്തിലേക്ക് നബിയും സഹാബത്തും പോകുന്നു. അബൂബക്കർ ലൈസി റളിയല്ലാഹു അൻഹു സഹാബി പറയുന്നു ഖറജനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബിയോടൊപ്പം യുദ്ധത്തിനായി പുറപ്പെട്ടു. വനഹനു ഹുദസാഉ അഹ്ദിൻ ബിൽ കുഫർ, ഞങ്ങളൊക്കെ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. ആ സമയത്താണ് മതം സ്വീകരിച്ച് വന്നിട്ടേ ഉള്ളൂ. ആഴത്തിൽ ദീന് പഠിച്ചിട്ടില്ല, വിശ്വാസകാര്യങ്ങൾ പൂർണ്ണമായും പഠിച്ചിട്ടില്ല. ഇസ്ലാം സ്വീകരിച്ചു വന്നിട്ട് അധിക കാലമായിട്ടില്ല. ആ സമയത്താണ് ഞങ്ങളൊക്കെ അന്ന് നബിയുടെ കൂടെ പോയത്. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ വഴിക്കരികെ ഒരു മരത്തിന് സമീപം ഞങ്ങൾ കടന്നുപോയി. ആ മരത്തിന്റെ പ്രത്യേകത അവിടുത്തെ മുസ്ലിക്കീങ്ങൾ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന എന്തോ സവിശേഷതയുണ്ട്, എന്തോ മഹത്വമുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്ന ഒരു മരമാണത്. ആ മരത്തിന് അവര് ബർക്കത്തെടുക്കാറുണ്ട്. ആ മരത്തിന് അവര് പല ഗുണങ്ങളും പ്രതീക്ഷിക്കലുണ്ട്. ആ മരത്തിനരികെ ഞങ്ങൾ കടന്നുപോയി. അപ്പൊ ഞങ്ങളൊക്കെ പണ്ട് അവിടെ പോയവരാണ്, ഞങ്ങളൊക്കെ പണ്ടത് ഉപയോഗിച്ചവരാണ്. അവിടെ ഇങ്ങോട്ട് പോന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല. ആ സമയത്ത് അബൂബക്കർ ലൈസി പറയാണ്, ഞങ്ങൾ പറഞ്ഞ നബിയെ, അവർക്കൊക്കെ മരമുണ്ടല്ലോ, നമുക്കും ഒരു മരം നിങ്ങൾ നിശ്ചയിച്ചു തരണം. ഇജ്അൽ ലനാ ദാത അൻവാതിൻ കമാ ലഹും ദാതു അൻവാത്, അവർക്കെല്ലാം ഈ മരമുള്ളത് പോലെ നമുക്കും ഒരു മരം നബിയെ നിങ്ങൾ ഉണ്ടാക്കി തരണം. സ്വയം കഴിവുള്ള മരം എന്നല്ല, അല്ലാഹ് കൊടുക്കാത്ത കഴിവുള്ള മരം എന്നല്ല, ഇലാഹായ മരം എന്നല്ല, സട്ടാവായ മരം എന്നല്ല, നബിയെ നിങ്ങൾ നിശ്ചയിച്ചു തരണം ഒരു മരം. എന്തിന്? ബറക്കത്തെടുക്കാൻ. യുദ്ധത്തിലേക്കൊക്കെ പോകുമ്പോൾ ഒരു സമാധാനം, അതിന് ചോട്ടൊന്ന് പോയിരുന്ന് വാളൊക്കെ തൂക്കിയിട്ട് ആ വാളെടുത്ത് പോയാൽ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയും. ഒരു മനസ്സമാധാനത്തിന് എന്തെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒരു അഭയം തേടാൻ ഒരു ഇടം വേണം നബിയെ എന്ന് പറയുമ്പോൾ നബി തങ്ങൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. എന്താ നിങ്ങൾ പറയുന്നത്? പടച്ച റബ്ബ് എത്ര വലിയവനാണ്, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. അങ്ങനെ നിങ്ങൾക്ക് ഗുണം ലഭിക്കുന്ന മരമോ?
അങ്ങനെ നിങ്ങൾക്ക് നേട്ടം നേടാവുന്ന മരമോ? ഇത് നിങ്ങൾ ചോദിച്ചത് വലിയ ഗൗരവമുള്ള ചോദ്യമാണ്. ഇജ്അല്ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കെല്ലാം ദൈവങ്ങൾ ഉള്ളതുപോലെ നമുക്കും വേണം ഒരു ഇലാഹ് എന്ന് ചോദിച്ച ചോദ്യത്തിന് തുല്യമാണ് ഈ ചോദ്യമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യയോഗ്യമായ ഹദീസ്. കണ്ടോ, ഒരു മരം എന്തിന്? വാള് തൂക്കിയിട്ട് ആ വാളിന് ഒരു ബർക്കത്ത് കിട്ടാൻ, ഒരു സിദ്ധി ലഭിക്കാൻ എന്ന വിശ്വാസത്തിൽ ഒരു മരം നബി നിശ്ചയിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോഴേക്ക് ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണെന്നാണ്. അവിടെ സ്വയം കഴിവില്ല. പിന്നെ എങ്ങനെയാണ് തങ്ങന്മാരും ബിബിമാരും ഖോജമാരും ശൈഖന്മാരും ഒക്കെ പലതും കൊടുത്താൽ അതോടുകൂടി ബർക്കത്താകുമെന്ന് വിശ്വസിക്കുക? സമൂഹം ഇന്ന് അവിടെയാണ്. ചികിത്സയല്ല, മരുന്നല്ല, സ്ഥിരപ്പെട്ട വ്യവസ്ഥകളല്ല, പകരം അയാളെ വാക്ക് കിട്ടിയാൽ മതി, അവിടുന്ന് പറഞ്ഞാൽ മതി എന്ന് നൂല് കൊടുക്കാനിരിക്കുന്ന മനുഷ്യന്മാർ, എലസുമായിരിക്കുന്ന മനുഷ്യന്മാർ, അവരെ ഊതിക്കൊടുത്താൽ മതി, തടവിയാ മതി, അവരെ നൂല് മതി, ഒന്ന് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് കാത്തിരിക്കുകയും അവിടേക്ക് ആളുകൾ ഒന്നാകെ ചെല്ലുകയും എന്തു പ്രശ്നവും ഏതു പ്രയാസവും അവിടെ പോയി പറഞ്ഞാൽ പരിഹാരമാകുമെന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം എങ്ങനെയാണ് ശരിയായ വിശ്വാസമായി മാറുക? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരം നിശ്ചയിച്ചു കൊടുത്താൽ പോലും സ്വീകാര്യമല്ല എന്നാണെങ്കിൽ, നബിയെ നിങ്ങൾ നിശ്ചയിച്ചു തരണേ എന്ന് പറയുമ്പോൾ ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് എന്നാണ് നബിതങ്ങളുടെ മറുപടിയെങ്കിൽ, ആ നബിതങ്ങളുടെ പേരക്കുട്ടികളാണെന്ന് പറയപ്പെടുന്നവർ, പേരക്കുട്ടി ആണെങ്കിലും അല്ലെങ്കിലും ശരി, എങ്ങനെയാണ് അവരെ സമീപത്ത് ചെന്ന് അവർ നൂല് തന്നാൽ ആ നൂല് കെട്ടിയാൽ മതി, പിന്നെ പേടിക്കാനില്ല എന്ന് വിശ്വസിക്കുക? മുസ്ലിം സമുദായത്തിൽ പലരും അത്തരം നൂലുകളുമായി നടക്കുന്നവരാണ്. കയ്യിലും അരയിലും കഴുത്തിലുമൊക്കെ നൂല് കെട്ടുന്നവർ, ഏലസ് കെട്ടുന്നവർ, ഉറുക്കെഴുതി കുടിക്കുന്നവർ, അങ്ങനെ തുടങ്ങി വീടിന്റെ മുഖ്യ മൂലകളിൽ കുപ്പി കുഴിച്ചു വെച്ചവര്, പലതും കെട്ടിത്തൂക്കിയവര്, പലതും ഫ്രെയിം ചെയ്ത് വെച്ചവര്, ഇതെല്ലാമാണെന്ന് ഉമ്മത്ത്. ഒരു മരം ആദ്യമായി കായ്ക്കാൻ പോകുമ്പോഴേക്ക് കൊണ്ടുപോയി കിട്ടും കറുത്തൊരു തുണി. എന്തിനാ? ഷെറില്ലാതാക്കാൻ, ഷെറില്ലാതിരിക്കാൻ. ആര് പഠിപ്പിച്ചു? എവിടുന്ന് കിട്ടിയത്? മക്കളുടെ അരയിൽ കാണാം, കഴുത്തിൽ കാണാം അത്തരം പല കറുപ്പുകളും കെട്ടിക്കൊടുത്തത്. ആരാ സഹോദരങ്ങളെ പഠിപ്പിച്ചത്? റഹ്മാനായ റബ്ബിലുള്ള വിശ്വാസം പിന്നെ എവിടെയാണ്? നബി തങ്ങളുടെ സ്വഹാബി ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സാധാരണ സ്വഹാബിയല്ല, നബി തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ പ്രസിദ്ധനായ സ്വഹാബി, സ്വാഹിബു സിർ. നബി തങ്ങൾ മുസ്ലിം ഉമ്മത്ത് അറിയേണ്ടുന്ന ചില സ്വകാര്യങ്ങൾ അദ്ദേഹത്തെയാണ് പറഞ്ഞേൽപ്പിക്കാറുള്ളത്. അതാണ് ഹുദൈഫത്തുൽ യമാൻ അല്ലെങ്കിൽ ഹുദൈഫത്തുൽ യമാനി എന്നറിയപ്പെടുന്ന സ്വഹാബി. അത്തരം സ്വകാര്യമായ കാര്യങ്ങൾ, എന്നാൽ അറിഞ്ഞിരിക്കൽ ആവശ്യമായത്, അത്തരം വിഷയങ്ങളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞേൽപ്പിക്കും. ആ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു രോഗിയെ കാണാൻ ചെല്ലുകയാണ്. ആ രോഗിയുടെ സമീപത്തിൽ നിന്ന് ഹുദൈഫ അദ്ദേഹത്തെ സന്ദർശിക്കുമ്പോൾ ആ രോഗിയുടെ കയ്യിൽ ഒരു നൂല് കാണുകയാണ്, മന്ത്രിച്ച് കെട്ടിയ നൂല്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, വഇൻ മിത്ത വഹിയ അലൈക മാ അഫ്ലഹത അബദാ, ഈ നൂല് നിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കെ നീ മരിക്കുകയാണ് എങ്കിൽ നിനക്കൊരിക്കലും വിജയിക്കാൻ കഴിയുകയില്ല. മറ്റൊരു റിപ്പോർട്ടിൽ മാ സ്വല്ലൈതു അലൈക, നീ ഇങ്ങനെ മരിച്ചാൽ നിനക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ ഈ ഹുദൈഫ വരികയില്ല, നിന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ പോലും ഞാൻ ഉണ്ടാവില്ല എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു അവിടെ താക്കീത് നൽകുകയാണ്. ഉമർ ഖത്താബ് ഖലീഫയായ കാലത്ത് ആരെങ്കിലും മരിച്ചാൽ ഉമർ ഖത്താബ് നോക്കുമായിരുന്നുവെന്നാണ് അയാളെ മയ്യിത്ത് നിസ്കരിക്കാൻ ഹുദൈഫ വന്നിട്ടുണ്ടോ എന്ന് നബി തങ്ങൾ നോക്കുന്ന, ഉമർ ഖത്താബ് നോക്കുന്നതാണ്. ആ മയ്യിത്ത് നിസ്കാരത്തിന് ഹുദൈഫ ഉണ്ടോ? ഹുദൈഫ നാട്ടിലുണ്ടായിട്ടും മയ്യിത്ത് നിസ്കരിക്കാൻ എത്തിയിട്ടില്ലെങ്കിൽ ഉമർ ഖത്താബ് മനസ്സിലാക്കും ആ മരിച്ച ആൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് ഹുദൈഫ വരാത്തത് എന്ന് ഉമർ ഖത്താബ് മനസ്സിലാക്കുമെന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്നു. അതാണ് സ്വഹാബത്തിന്റെ നിലപാട്. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു നബിയുടെ സ്വഹാബിയാണ്, പ്രഗത്ഭനായ സ്വഹാബി. 5 അബ്ദുല്ലമാർ അറിയപ്പെട്ട അബ്ദുല്ലമാരാണ്. സ്വഹാബിമാരിൽ 100 കണക്കിന് അബ്ദുല്ലമാരുണ്ട്. പക്ഷേ ഈ 100 കണക്കിന് അബ്ദുല്ലമാരിൽ ഏറ്റവും പ്രഗത്ഭനായ 5 അബ്ദുല്ലമാർ അറിയപ്പെട്ട അബ്ദുല്ലയാണ് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ്, അബ്ദുല്ലാഹി ബിൻ സുബൈർ ബിൻ അവ്വാം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. ഈ 5 അബ്ദുല്ലമാർ ഏറ്റവും പ്രഗത്ഭരായ അൽ അബാദില അൽ ഖംസ
5 അബ്ദുല്ലമാർ എന്ന ചരിത്രത്തിൽ പേര് കേട്ടവരാണ് ഈ 5 സ്വഹാബിമാർ. ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ല, അബ്ബാസ് തങ്ങളുടെ മകൻ അബ്ദുല്ല, ഇബ്നു മസ്ഊദ് എന്ന അബ്ദുല്ല, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ബിൻ അവ്വാം, ആയിഷ ബീവിയുടെ സഹോദരപുത്രൻ അബ്ദുല്ല, അതേപോലെ അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ്. ഈ 5 അബ്ദുല്ലമാരിൽ പ്രായം കൊണ്ട് മുതിർന്ന അബ്ദുള്ളയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അയൽവാസിയായ ജൂതപ്പെണ്ണ് ഒരു നൂല് മന്ത്രിച്ചു കൊടുത്തു. ചെറിയൊരു രോഗം വന്നപ്പോൾ ഇത് കണ്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ദേഷ്യം പിടിച്ചുകൊണ്ട് അത് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് പറയുന്നു, അൻതും ആലു അബ്ദില്ലാ ലഅഗ്നിയാഉ അനിശ്ശിർക്ക്. നിങ്ങൾ അബ്ദുല്ലാന്റെ കുടുംബമാണ്, നിങ്ങൾക്ക് ശിർക്ക് ആവശ്യമില്ല. അബ്ദുള്ളയുടെ കുടുംബത്തിന് ശിർക്ക് ആവശ്യമില്ല. നിനക്ക് രോഗമുണ്ടോ, നീ ദുആ ചെയ്തോ, നീ പ്രാർത്ഥിച്ചോ, നബി തങ്ങൾ പഠിപ്പിച്ച മന്ത്രങ്ങൾ നിർവഹിച്ചോ. അല്ലാഹുമ്മ റബ്ബൻ നാസ് അൽഹിബിൽ ബസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന പ്രാർത്ഥന നബി തങ്ങൾ പഠിപ്പിച്ച ദുആയാണ്, മന്ത്രമാണ്. അത് നീ ചൊല്ലിക്കോ. ഈ വക ശിർക്ക് അബ്ദുല്ലാന്റെ കുടുംബത്തിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പൊട്ടിച്ചു വലിച്ചെറിയുന്നത്. ഇന്ന റുഖാ വത്തമാഇമ വത്തിബലത ശിർക്കുൻ. ഉറുക്കുകൾ, ഏലസുകൾ, തെറ്റായ മന്ത്രങ്ങൾ അവയെല്ലാം ശിർക്ക് തന്നെയാകുന്നു എന്നാണ് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത്. അല്ലാഹുവിന്റെ പേര് സത്യം ചെയ്താൽ ശിർക്കാണെന്ന് ഹദീസിൽ കാണുന്നു. മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് കഫറ ഔ അശ്റക. അല്ലാഹുവിന്റെ പേരിൽ വല്ലവനും സത്യം ചെയ്താൽ അവൻ ചെയ്തത് ശിർക്കാണ്, കുഫറാണ്. ഉമ്മയാണ് സത്യം, ബാപ്പയാണ് സത്യം എന്ന് പറയുന്ന മനുഷ്യന്മാരുണ്ട്. കഅബയാണ് സത്യം എന്ന് പറയുന്നവരുണ്ട്. തങ്ങളാണ് സത്യം, ബീവിയാണ് സത്യം, ബദരീങ്ങളാണ് സത്യം, മമ്പളങ്ങളാണ് സത്യം തുടങ്ങി ഓരോരോ മഹാന്മാരെ പേരും പറഞ്ഞ് സത്യം ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. നബി തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ ഹലഫ ബിഗൈരില്ലാ, അല്ലാഹു അല്ലാത്ത പേരിൽ സത്യം ചെയ്താൽ അവൻ അല്ലാഹുവിൽ പങ്കു ചേർത്തു. ലാ തഹ്ലിഫു ബിആബായിക്കും വലാ ബിഉമ്മഹാതിക്കും. നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരിലോ ഉമ്മമാരുടെ പേരിലോ നിങ്ങൾ സത്യം ചെയ്യാൻ പാടില്ല. മൻ കാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ് ഔ ലിയസ്മുത്. ഒരാൾ സത്യം ചെയ്യുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്തോട്ടെ, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. പറയേണ്ടി വന്നാൽ വല്ലാഹി എന്ന് പറയാം, അല്ലാഹയാണ് സത്യം എന്ന് പറയാം, റബ്ബാണ് സത്യം എന്ന് പറയാം. അല്ലാതെ കഅബയാണ് സത്യം, പള്ളിയാണ് സത്യം, ഖിബ്ലയാണ് സത്യം ഒന്നും പറയാൻ പാടില്ല. ഇല്ലേ, അവൻ മൗനം പാലിക്കട്ടെ എന്നാണ് നബി തങ്ങൾ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, വിശ്വാസത്തെ നേർക്കുനേരെ ബാധിക്കുന്ന മേഖലകളാണ് ഇതൊക്കെ തന്നെയും. അവിടെയൊക്കെ ഒരു സൂക്ഷ്മത, ഒരു അടുക്കും ചിട്ടയും എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യേണ്ടവരല്ല നമ്മളാരും. നമ്മൾ വിശ്വാസികളാണ്, ഈമാൻ സ്വീകരിക്കുന്നവരാണ്, സ്വർഗം ആഗ്രഹിക്കുന്നവരാണ്, പടച്ച റബ്ബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് എങ്കിൽ ആ റബ്ബ് പഠിപ്പിച്ച, അവൻ്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ തന്നെയാകണം നമ്മുടെ വിശ്വാസാചാരങ്ങൾ. അല്ലാതെ എല്ലാവരും ചെയ്യുന്ന പോലെ നാടെങ്ങനെ, ഭൂരിപക്ഷം അങ്ങനെ, മഹല്ലങ്ങനെ, ഉസ്താദ് അങ്ങനെ പറഞ്ഞു, മറ്റാളെങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് മാത്രം ഒരു കാര്യം മതമാവുക ഇല്ല. എന്തെല്ലാം അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട്. എത്രയെത്ര കെട്ടുകഥകളും അന്ധവിശ്വാസം അനാചാരവുമായിട്ടാണ് ഉമ്മത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് തിരിച്ചു പോയാൽ പോലും ആ യാത്ര ശരിയാവില്ല എന്ന വിശ്വാസം എവിടുന്നുണ്ടായത്? ഇറങ്ങിയാൽ പിന്നെ പിന്മാറാൻ പാടില്ല, വലുത് മറന്നു വെച്ചാൽ പോലും പിന്നെ തിരിച്ചു പോകില്ല. കാരണം തിരിച്ചു പോയാൽ ഇന്നത്തെ പോക്ക് ശരിയാവില്ല. കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ യാത്ര വേണ്ടെന്ന് വെക്കുന്ന മുസ്ലിമീങ്ങളുടെ എണ്ണം കുറച്ചൊന്നുമല്ല. ഇവിടുന്ന് കിട്ടിയ സഹോദരങ്ങൾ ഇതൊക്കെ ചില പക്ഷികളെ വെച്ച്, ചില മൃഗങ്ങളെ വെച്ച് ലക്ഷണം പറയുന്ന രീതികൾ ഇസ്ലാമിൻ്റെ രീതിയല്ല. ദിവസങ്ങൾക്ക് നഹ്സ് കണക്കാക്കൽ ഇസ്ലാമിൻ്റെ രീതിയല്ല. നഹ്സ് നോക്കുക. കല്യാണം നിശ്ചയിക്കണമെങ്കിൽ ഉസ്താദിനെ പോയി കാണണമെന്നാണ് നമ്മുടെ നാട്ടിൽ വെപ്പ്. തങ്ങളെ പോയി കാണുക, ഉസ്താദിനെ പോയി കാണുക. ആ ദിവസത്തിലെ കുഴപ്പമുണ്ടോ ഉസ്താദ് പറഞ്ഞതെന്നാണ്. അപ്പം അന്ന് കുഴപ്പമില്ലാതെ മനസ്സിലായെങ്കിൽ കല്യാണം പറ്റുള്ളൂ. അല്ലെങ്കിൽ അന്നെങ്ങാനും കല്യാണം നടത്തിയാൽ പിന്നെ ആ കല്യാണം മര്യാദക്ക് മുന്നോട്ട് പോകൂല. കാരണം ദിവസത്തിന് കുഴപ്പമുണ്ട്. ആര് പറഞ്ഞു? എല്ലാ ദിവസവും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു. അല്ലാഹു സൃഷ്ടിച്ച എല്ലാത്തിനെയും ഏറ്റവും നല്ല രൂപത്തിലാണ് അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാഹു സൃഷ്ടിച്ച ദിവസത്തിന് കുഴപ്പമില്ല, അല്ലാഹു സൃഷ്ടിച്ച സമയത്തിന് കുഴപ്പമില്ല, അല്ലാഹു സൃഷ്ടിച്ച സ്ഥലത്തിന് കുഴപ്പമില്ല, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന് യാതൊന്നിനും കുഴപ്പമില്ല. നാം അത് മോശമായി ഉപയോഗിക്കുമ്പോൾ നമുക്കത് കുഴപ്പമായി മാറുന്നു എന്നേ ഉള്ളൂ. സൂറത്ത് യാസീൻ പറഞ്ഞില്ലേ, ഒരു നാട്ടിലേക്ക് 3 പ്രവാചകന്മാർ വന്ന കഥ. ഒരു നാട്ടുകാരെ ഉദാഹരണം പറഞ്ഞു കൊടുക്കൂ നബിയെ അവർക്ക് എന്നാണ്. മക്കത്തെ നബി തങ്ങൾ വന്നു, ദഅവത്ത് ആരംഭിച്ചു.
പീഡനമുണ്ടായി, വല്ലാത്ത പ്രശ്നമായി. ആ സമയത്താണ് യാസീൻ സൂറത്ത് ഇറങ്ങുന്നത്. എന്നും മർദ്ദനങ്ങളും പീഡനങ്ങളും പ്രശ്നങ്ങളും, നാട്ടിൽ ഐക്യം തകർന്ന അവരുടെ ഭാഷയിൽ ആകെ പ്രശ്നങ്ങളായി. ആ സമയത്താണ് നബിയെ സമാധാനിപ്പിക്കാനും മുശ്രിക്കീങ്ങളെ താക്കീത് ചെയ്യാനുമാണ് യാസീൻ സൂറത്ത് ഇറങ്ങിയത്. അവർ പറഞ്ഞു, മുഹമ്മദ് വന്നപ്പോൾ നാട്ടിലെ എല്ലാ സമാധാനവും ഇല്ലാതായി. മുഹമ്മദിന്റെ വരവോടുകൂടി നാട്ടിലെ എല്ലാ അനാപം വന്നു, ശകുനപ്പിഴിയായി, എല്ലാ ഐക്യം തകർന്നുവെന്ന് അവർ ആക്ഷേപിച്ചു. അല്ലാഹു നബിയെ പറഞ്ഞു കൊടുക്കൂ, ഇതേപോലെ നാട് പണ്ടുണ്ട്, ആ നാട്ടുകാരെ ഉദാഹരണം പറഞ്ഞു കൊടുക്കൂ നബിയെ. അമാനി മൗലവി പറയുന്നു, അന്താക്കിയ എന്ന നാടാണത് എന്നാണ് അള്ളാഹു പറയുന്നത്. ആ നാടിന്റെ ഉദാഹരണം പറഞ്ഞു കൊടുക്കൂ. രണ്ട് പ്രവാചകന്മാരെ നാം അയച്ചു നാട്ടിലേക്ക്. രണ്ടുപേരെയും കളവാക്കി. മൂന്നാമനെ കൊണ്ട് നാം ശക്തിപ്പെടുത്തി. 3 റസൂലുമാരായി. ആ 3 ആൾ ഒന്നിച്ച് നാട്ടുകാർ പറയുന്നു, നിങ്ങൾ അല്ലാഹുവിനെ വിശ്വസിക്കണം, തൗഹീദ് സ്വീകരിക്കണം, റബ്ബിനെ മാത്രം ആരാധിക്കണം. എന്താ നാട്ടുകാരുടെ പ്രതികരണം? ഖാലു ഇന്നാ തതയ്യർനാ ബിക്കും, ഇന്നാ തതയ്യർനാ ബിക്കും, നിങ്ങൾ ഈ നാടിന് വല്ലാത്തൊരു ശാപമായി മാറിയിട്ടുണ്ട്. ഇമാം മുജാഹിദ്, ഇമാം ഖതാദ റഹിമഹുല്ലാഹ് തുടങ്ങിയ പ്രഗത്ഭരായ താബിഈകൾ പറയുന്നു, ഈ ആയത്തിന്റെ ആശയം, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ നാട്ടിലുണ്ടായാൽ നാട്ടിലെല്ലാ ബർക്കത്തുല്ലാതാകും, അവിടെ എല്ലാ അലാപും ഇറങ്ങുമെന്നാണ് ആ പറഞ്ഞതിന് അർത്ഥമെന്നാണ്. ഇന്നാ തതയ്യർനാ ബിക്കും ലഇൻ ലം തൻതഹു ലനർജുമന്നകും, നിങ്ങൾ ഞങ്ങൾക്ക് ശകുനപ്പിഴയാണ്, നിങ്ങൾ ഈ നാട്ടിൽ ഒരു ബർക്കത്തില്ലാതാക്കിയവരാണ്, അലാപിന് കാരണക്കാരാണ്, അതുകൊണ്ട് ഈ പടച്ചിൽ അവസാനിപ്പിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾ എറിഞ്ഞോടിക്കും ഞങ്ങൾ നാട്ടിൽ നിന്ന്, കഠിനമായ മർദ്ദനങ്ങൾ സഹിക്കേണ്ടി വരും. അമ്പിയാക്കൾ റസൂലുമാരുടെ മറുപടി എന്താ? ഖാലു ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനവും ശകുനപ്പിഴയൊക്കെ നിങ്ങളെ കൂടെ തന്നെയാണ്. ഞങ്ങൾ വന്നുകൊണ്ട് നാട്ടിൽ ശകുനപ്പിഴ ഉണ്ടാവില്ല. നിങ്ങളുടെ ചെയ്തികൾ നിങ്ങൾക്ക് മോശമായി മാറുമെന്നല്ലാതെ ഞങ്ങളൊന്നും ശകുനപ്പിഴയല്ല എന്ന് പറയാനാണ് അല്ലാഹു തആല അവർക്കന്ന് നിർദ്ദേശം നൽകിയത്. സഹോദരന്മാരെ, അങ്ങനെ നഹ്സില്ല, ദിവസത്തിന് മോശമായി കണക്കാക്കുക. അന്ന് കല്യാണം പാടില്ല, പുതിയ വീട് താമസാക്കാൻ പാടില്ല, പുതിയ യാത്ര പോകാൻ പാടില്ല, പുതിയ കച്ചവടം ആരംഭിക്കാൻ പാടില്ല, തുടങ്ങി ഒരുപാട് ധാരണകൾ ഇസ്ലാമും അതും യാതൊരു ബന്ധവുമില്ല. ഇവിടുത്തെ ഹൈന്ദവർക്കുണ്ട്, ക്രൈസ്തവർക്കുണ്ട് അത്തരം വിശ്വാസങ്ങൾ. പത്രങ്ങൾ എടുത്താൽ കാണാം, വാരഫലം എന്ന പേരിൽ ഒരു 1/2 പേജ് കോളം ആഴ്ചയിൽ. ആ ഒരു ആഴ്ചയിൽ ഏതൊക്കെ ദിവസം, ഏതൊക്കെ സമയം, എന്തിനൊക്കെ പറ്റും, എന്തിനൊക്കെ പറ്റൂല എന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. അതെങ്ങനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുക? അതിനെ കൂടെ ഉസ്താദുമാരിരിക്കുക, പച്ചപ്പുതപ്പൂട്ട് തങ്ങളാണെന്ന് പറഞ്ഞ്, ബീവിയാണെന്ന് പറഞ്ഞ് കുറെ ഉസ്താദുമാരെ ബോർഡും വെച്ച് കാത്തിരിക്കുക. എന്തിനും ഏതിനും അവിടെ ചെന്നാൽ മതി എന്നാണ്. വീടിന് കുറ്റിയടിക്കാനും, അതേപോലെ കച്ചവടം ആരംഭിക്കാനും, ദിവസം നിശ്ചയിക്കാനും, കിണറിന് സ്ഥാനം നോക്കാനും തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ എന്താവശ്യമുണ്ടോ അതിനെല്ലാം അവരെ പക്കൽ പരിഹാരമുണ്ട്. അവരാവശ്യങ്ങളോ നമ്മൾ പരിഹരിച്ചു കൊടുത്താൽ മതി. ഓർക്ക് പൈസ കൊടുക്കുക, നാ ഓലാവശ്യം പരിഹരിക്കും. തിരിച്ച് നമ്മളെ ആവശ്യമോ അവരും പരിഹരിക്കും. ഇതാ ഇപ്പം സമൂഹത്തിൽ നടക്കുന്നത്. സഹോദരങ്ങളെ, റബ്ബിൽ തവക്കുലാക്കുന്ന മനുഷ്യന്മാർക്ക് ഇതിന് എന്തു മാതൃകയുള്ളത്? മക്കത്തെ മുസ്ലിങ്ങളുടെ രീതിയായിരുന്നു അത്. നബിതങ്ങൾ വന്ന കാലത്ത് കഅബാലയത്തിന്റെ ഉള്ളിൽ പോലും വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും വിഗ്രഹം അന്ന് കഅബയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ആ വിഗ്രഹങ്ങളുടെ കയ്യിൽ ആവനാഴിയും പിടിച്ചുകൊണ്ടാണ് അവ സ്ഥാപിക്കപ്പെട്ടത്. ഇബ്രാഹിം നബിയുടെ വിഗ്രഹം, ഇസ്മായിൽ നബിയുടെ വിഗ്രഹം കഅബക്കുള്ളിൽ സ്ഥാപിച്ചു മുശ്രിക്കീങ്ങൾ. ആ വിഗ്രഹത്തിന്റെ കയ്യിൽ ഒരു ആവനാഴി, ഒരു അമ്പൻകുറ്റിയുണ്ട്. ആ ആവനാഴിയിൽ ഒരുപാട് ചെറിയ ചെറിയ അമ്പുകൾ ഉണ്ടാകുന്നതാണ്. എന്നിട്ട് കുറെ അമ്പിന്മേൽ ഖൈർ എന്ന് എഴുതി വെക്കും, വേറെ ചില അമ്പിന്മേൽ ഷർറ് എന്ന് എഴുതി വെക്കും. പ്രധാനപ്പെട്ട കാര്യം തീരുമാനിക്കാനാകുമ്പോൾ അവർ കഅബയിലേക്ക് വരും. എന്നിട്ട് കണ്ണു ചെമ്മി ഈ വിഗ്രഹത്തിന് മുമ്പിലേക്ക് ചെല്ലും. അങ്ങനെ കണ്ണു തുറക്കാതെ ഒരു അമ്പ് വലിച്ചെടുക്കും. എന്ന് നോക്കും, കിട്ടിയതാണ് ഖൈർ എന്നാണോ? ഇക്കാര്യം ഖൈറാണ്, മുന്നോട്ട് പോകാം. ഷർറ് എന്നാണോ? ഇക്കാര്യം ഷർറാണ്, അത് ശരിയാവില്ല, പിന്മാറുന്നു. അന്നത്തെ രീതിയായിരുന്നു അത്. നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ഇബ്രാഹിം നബിക്ക് കാരുണ്യം ചൊരിയട്ടെ, ഇബ്രാഹിം നബി സല്ലല്ലാഹു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയിട്ടില്ല. ആ ഇബ്രാഹിം നബിയുടെ പേരിലാണല്ലോ ഇവരിത് സ്ഥാപിച്ചത് എന്നാണ്. അവർ പക്ഷിയെ കൊണ്ട് ലക്ഷണം നോക്കുമായിരുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ചില പക്ഷികളെ ഉന്നമായി വെക്കും. ആ പക്ഷി കിഴക്കോട്ട് പാടിയാൽ അത് നേട്ടമാണ്, പടിഞ്ഞാറോട്ട് പാടിയാൽ അത് ദോഷമാണ് എന്ന് തീരുമാനിക്കും. ഇതിൽ ആ പക്ഷി എങ്ങോട്ടാ പോകുന്നത് നോക്കി നിൽക്കും. ആ പക്ഷിയുടെ സഞ്ചാര ദിശ നോക്കിയിട്ട്
ഈ കാര്യം വേണമോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കുമായിരുന്നു. ഇതൊക്കെ മക്കത്തെ മുസ്ലിക്കിന്റെ വിശ്വാസമാണ്, ഇവിടുത്തെ ഹൈന്ദവന്റെ വിശ്വാസമാണ്. അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുന്ന, പടച്ചറബിൽ വിശ്വസിക്കുന്ന, ഖലാ ഖദർ അംഗീകരിക്കുന്ന ഈമാൻ കാര്യത്തിൽപ്പെട്ടതാണല്ലോ റഹ്മാനായ റബ്ബിന്റെ ഖലാ ഖദർ വിശ്വസിക്കുക എന്നത്. ആ വിശ്വാസമുള്ള നമുക്ക് സഹോദരന്മാരെ ഇതൊക്കെ സ്വീകരിക്കാൻ കഴിയാം. അതുകൊണ്ട് പടച്ച റബ്ബിലെ അചഞ്ചലമായ വിശ്വാസം, എൻ്റെ റബ്ബ് എന്ത് തീരുമാനിച്ചാലും അത് ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുക്കും. എൻ്റെ റബ്ബ് എന്ത് തീരുമാനിച്ചാലും സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്നാണ് വിശ്വാസികളുടെ നിലപാട്. അല്ലാഹ് എന്തു തന്നാലും ശരി. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِنَ الْأَمْوَالِ وَالْأَنْفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ എന്ന സൂറത്ത് ബഖറയിലെ ആയത്ത്. നിങ്ങൾ നാം പരീക്ഷിക്കും, സാമ്പത്തികമായ, ശാരീരികമായ, കാർഷികമായ നഷ്ടങ്ങൾ കൊണ്ട്, വിശപ്പ് കൊണ്ട്, ഭയം കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ആ ആയത്ത് വ്യാഖ്യാനിക്കുമ്പോൾ അല്ലാമ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറിൽ പറയുന്നു, ഇവിടെ 4 ഘട്ടമാണ് എന്നാണ്. ഒന്ന്, മുസീബത്തുകൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അതിൽ വെറുപ്പ് കാണിക്കുക, അള്ളാഹിനെ കുറ്റം പറയുക, ശാപവാക്ക് ഉച്ചരിക്കുക എന്നാണ് ചില മനുഷ്യന്മാർ ചെയ്യുക. അത് ഹറാമായ കാര്യമാണ്. രണ്ടാമത്, മുസീബത്തുകൾ വരുമ്പോൾ ക്ഷമ അവലംബിക്കുക, അത് വാജിബായ കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്. മൂന്നാമത്, മുസീബത്തുകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും അതിൽ തൃപ്തി അടയുക. ഒന്ന് ക്ഷമിക്കുക, മറ്റൊന്ന് തൃപ്തി അടയുക. അത് മുസ്തഹബായ സുന്നത്തായ കാര്യമാണ്. ചില പണ്ഡിതന്മാർ വാജിബാണെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു ഉസൈമീൻ പറയുന്നു. നാലാമത്, മുസീബത്തുകൾ വന്നാലും അല്ലാഹ്ക്ക് ശുക്ർ ചെയ്യുക. അത് ഏറ്റവും മഹത്തമായ സ്ഥാനമാണ്. അതാണ് മുഅ്മിന്റെ സമ്പൂർണമായ ഈമാൻ. ഒന്ന്, അല്ലാഹുവിനെ കുറ്റപ്പെടുത്തുക, വെറുപ്പുണ്ടാവുക. എന്താ പഠിച്ചോൻ ഇങ്ങനെ, എന്താ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ, വീട്ടിലെന്തും രോഗം, മക്കൾക്ക് അസുഖം, അത് കഴിയുമ്പോൾ ഉമ്മാക്ക് അപ്പോഴേക്ക്, വാപ്പാക്ക് അപ്പോഴേക്ക്, ബിസിനസ്സിന് പ്രശ്നം, ആകെ ബുദ്ധിമുട്ട്, ഒന്നിനു മീതെ ഒന്നായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്താ റബ്ബിനോട് ഇങ്ങനെ, എന്താ റബ്ബ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറ്റപ്പെടുത്തുന്ന രീതി ഹറാമായ കാര്യമാണ്. ഉമ്മത്തിലില്ലേ അത്? 2 പ്രയാസങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക, അതും നിർബന്ധമാണ്. അതിനും മീതെയുള്ള സ്ഥാനമാണ് പ്രയാസങ്ങൾ വന്നാൽ സംതൃപ്തിപ്പെടുക. അതിനും മീതെയാണ് പ്രയാസങ്ങൾ വന്നാൽ ശുക്ർ ചെയ്യുക, നന്ദി കാണിക്കുക. കാരണം എന്താ? ഈ പ്രയാസവും എനിക്ക് ലാഭമാണ്, വിശ്വാസിക്ക് ലാഭമാണ്. കാലിൽ മുള്ളു കുത്തിയാൽ ദോഷം പൊറുക്കുമെന്നാണല്ലോ. കാലിൽ മുള്ളു കുത്തിയാൽ ദോഷം പൊറുക്കുമെന്നാണ്. വിശ്വാസിക്ക് ലാഭമല്ലേ? മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ ഹസൻ ഹത്ത ശൗകത യുശാകുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ സയ്യിആതിഹാ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. സത്യവിശ്വാസിക്ക് ഏൽക്കുന്ന വിഷമങ്ങൾ, പരീക്ഷണങ്ങൾ, ടെൻഷനുകൾ, വേദനകൾ, സങ്കടങ്ങൾ, ഹത്ത ശൗകത യുശാകുഹാ, അവനെ ഏൽക്കുന്ന മുള്ളു പോലും അത് കാരണമായി അവന്റെ ദോഷം പൊറുക്കാതിരിക്കുകയില്ല. അങ്ങനെ ആലോചിച്ച സഹോദരങ്ങളെ, ഒരു രോഗം വന്നാൽ അൽഹംദുലില്ലാഹ് എന്നല്ലേ പറയുള്ളൂ. എൻ്റെ ദോഷം പൊറുക്കും, ദറജ കൂടും, സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും. എത്ര പരീക്ഷണങ്ങൾ വന്നാലും, എത്ര പ്രയാസങ്ങൾ വന്നാലും അൽഹംദുലില്ലാഹ് ലാഭമാണ്. ചില മനുഷ്യന്മാർ പറയും, പ്രയാസമൊക്കെ വരുമ്പോൾ സാരമില്ല, നമുക്കുള്ളതൊക്കെ നമ്മൾ സഹിക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ക്ഷമിക്കുക, നമ്മൾ സഹിക്കുക, വേറെന്താ ചെയ്യാന്നാണ്. ഈമാന്റെ പൂർണ്ണതയ്ക്ക് എത്തിയാൽ പിന്നെ സഹിക്കലില്ല, നഷ്ടമില്ല, ലാഭമേ ഉള്ളൂ. നഷ്ടം സഹിക്കാം, ലാഭം സഹിക്കലുണ്ടോ? ആരെയും പറയും എൻ്റെ കച്ചവടത്തിന് ഭയങ്കര ലാഭമാണ്, സഹിക്കല്ലാതെ എന്താ കാട്ടുക എന്ന് പറയും. ലാഭം സഹിക്കലില്ല, ലാഭമാണ്, നേട്ടമാണ്. വിശ്വാസിക്ക് നഷ്ടമില്ല, വിശ്വാസിക്ക് ലാഭമേ ഉള്ളൂ. കാലിൽ മുള്ളു കുത്തിയ ദോഷം പൊറുക്കുന്നു, അത് സഹിക്കല. തലവേദന വന്നാൽ രോഗം പൊറുക്കുന്നു, ടെൻഷൻ ഉണ്ടായ രോഗം പൊറുക്കുന്നു, വിഷമുണ്ടായ രോഗം പൊറുക്കുന്നു, ലാഭമാണത്. പിന്നെന്താ സഹിക്കാൻ? അതാണ് 4ാമത്തെ ദറജ, അശ്ശുക്ർ അലൽ മസ്വാഇബി. മുസീബത്തുകൾ വന്നാൽ ശുക്ർ ചെയ്യുക, കട്ടപ്പാട് വന്നാൽ അല്ലാഹ്ക്ക് നന്ദി പറയുക. അത് ഈമാന്റെ അങ്ങേയറ്റമാണ്. അതാണ് വിശ്വാസി ലക്ഷ്യമാക്കേണ്ടത്. അതിന് പകരം ഇതിനും അപ്പുറത്തേക്കാണ് ഉമ്മത്ത് പോണത്. പഠിച്ചോ, മുസീബത്ത് വരുമ്പോ പടപ്പള പോയി കാണാം. അല്ലാഹ് മുസീബത്തൊന്നും പരീക്ഷണമായിട്ട് എന്നാ പോയൊക്കെ തങ്ങളവിടെ, ആ ബീവിൻ്റെ അടുത്ത്, ആ ജാടത്തെങ്കില്, ആ ഉസ്താദിന്റെ അടുത്ത് പോയൊക്ക. തങ്ങൾ വിചാരിച്ച അതൊക്കെ മാറ്റാൻ പറ്റും. ഏത് പടച്ചോൻ തന്നത് മാറ്റാൻ ഏത് പടപ്പിനാ പറ്റുക? പടച്ചോൻ പരീക്ഷിക്കാൻ നൽകുന്നു.
എന്നിട്ട് പടപ്പിനെ പോയി കാണുന്നു. ആ പടപ്പ് കുത്തി വലിച്ചതിരാ, ഇതവിടെ കയ്യെ കെട്ടിക്കോ, ഇത് അരയിൽ വെച്ചോ, ഇത് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചോ, ഇത് അവിടെ കൊണ്ട് കുഴിച്ചിട്ടോ, എന്റെ പ്രശ്നം മാറിക്കോളും. അതിന് വിശ്വാസം അടഞ്ഞു നടക്കുക. എവിടെ ഉമ്മത്തെ നമ്മുടെ വിശ്വാസം? അതുകൊണ്ട് പടച്ച റബ്ബിൽ അചഞ്ചലമായ ഈമാൻ ഉണ്ടാകണം. ഹസ്ബി അല്ലാ, എനിക്കല്ലാ മതി എന്ന് മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കാൻ കഴിയണം. ഇബ്രാഹിം നബിയെ തീയിലേക്ക് ഇട്ടപ്പോ അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനം, ഇബ്രാഹിം നബിയെ തീയിലേക്ക് ഇട്ടപ്പോ അദ്ദേഹം പ്രഖ്യാപിച്ച പ്രഖ്യാപനം, ആ നാട്ടുകാർ ജനകീയ മുന്നണിയായിട്ടാണ് തീകുണ്ടാരം ഒരുക്കുന്നതാണ്. ഒരു ചെറിയ തീയല്ല, നാട്ടുകാർ ഒന്നിച്ച് എല്ലാവരും കൂടെ യോഗം ചേർന്ന് ജനകീയമായി തീരുമാനിച്ചതാണ് ഇബ്രാഹിമിനെ കരിച്ചു കളയണമെന്ന്. അങ്ങനെ ജനകീയമായ വിറക് ശേഖരണം നടന്നു. ഇബ്നു കസീർ റഹിമഹുള്ളയുടെ അൽ-ബിദായത്ത് വൻ-നിഹായയിൽ കാണാം, എല്ലാ കുടുംബങ്ങളുടെയും വക അതിലേക്ക് വിറക് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ വലിയ വിറകിൻ്റെ കൂമ്പാരം, ദിവസങ്ങളോളം വിറകിങ്ങനെ വന്നിട്ട് അവിടെ വിറകിൻ്റെ വലിയ കൂമ്പാരം ഇങ്ങനെ വരിക. എന്തിന്? ഇബ്രാഹിം എന്ന ചെറുപ്പക്കാരനെ കത്തിച്ചു കളയാൻ. ആ നാട്ടിലാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത്. ഇതിങ്ങനെ കാണാണല്ലോ, വിറകിങ്ങനെ വന്നിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്നെ കരിക്കാനാണെന്നറിയാം. ഒരു അക്ഷമ പോലും, ഒരു പൊറുതികേട് പോലും ഉണ്ടായില്ല എന്നാണ് ഇബ്നു കസീർ പറയാണ്. ആ വിറക് കൂമ്പാരത്തേക്ക് പല മനുഷ്യന്മാരും വിറക് നേർച്ചയാക്കി ഒരു രോഗം മാറാനെന്നാണ്. അസുഖമുള്ള മനുഷ്യന്മാർ നേർച്ചയാക്കി, എൻ്റെ വക നമ്മളെ മഹാന്മാരായ ദൈവങ്ങളെ സഹായിക്കുന്ന ഈ ഫണ്ടിലേക്ക് എൻ്റെ വകവിലോട് വിറക്, ഊരവേദന മാറാൻ, കാലുമുട്ട് വേദന മാറാൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരെ അസുഖമൊക്കെ മാറിയെന്നാണ് പറഞ്ഞത്. അല്ലാഹ് പരീക്ഷിക്കുന്നവരെ. അങ്ങനെ തീകുണ്ടാരം ഒരുക്കിയിട്ടാണ് ഇബ്രാഹിം നബിയെ തീയിലേക്ക് എറിയുന്നത്. അപ്പോഴാ പറയുന്ന വാക്ക് ഹസ്ബി അല്ലാ, എനിക്കല്ല മതി, എനിക്കല്ല മതി. വല്ലാത്തൊരു വാക്കല്ലേ. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്, തീ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. പടച്ചോൻ വിചാരിച്ചാൽ ഈ ഒരു സൃഷ്ടി മറ്റേ സൃഷ്ടിക്ക് ദോഷം വരുത്തോ? ഇല്ല. അല്ലാഹ് പറഞ്ഞു, കുല്ലാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, നീ ഇബ്രാഹിമെ തണുപ്പായി മാറണം, രക്ഷയായി മാറണം. അല്ലാഹ് പറഞ്ഞു തീയിനോട്. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീയിലേക്ക് എറിയാൻ അവർ പ്രയാസപ്പെട്ടു എന്നാണ് അൽ-ബിദായത്ത് വൻ-നിഹായയിലുള്ളത്. കാരണം തീയിൻ്റെ ചൂട് കൊണ്ട് അടുത്തേക്ക് പോലും ചെല്ലാൻ വയ്യ. ഇയാളെ തീയ്ക്ക് എറിയണമെങ്കിൽ അടുത്തേക്ക് പോകണ്ടേ, അതിന് പോകാൻ വയ്യ. അത്രയും ദൂരേക്ക് ചൂടുള്ള അത്ര വലിയ തീയായിരുന്നു. അവസാനം ചില തന്ത്രങ്ങൾ മെനഞ്ഞ് ഒരു പലകയിൽ വെച്ച് കെട്ടിയിട്ട് ദൂരെ നത്തി എറിഞ്ഞതാണ് പറയപ്പെടുന്നത്. അല്ലാഹു അഅലം. പക്ഷെ ആ തീ കുണ്ടാരത്തിൽ തണുപ്പായി, രക്ഷയായി, സ്വസ്ഥമായി ഇബ്രാഹിം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സൃഷ്ടി, തീ എന്ന സൃഷ്ടിയിൽ സട്ടാവിൻ്റെ റഹ്മത്തിലൂടെ അവിടെ സുഖമായി കഴിഞ്ഞുകൂടുന്നു. ദിവസങ്ങൾ ആളിക്കത്തി അവസാനം കെട്ടടങ്ങി ഒരു രോമത്തിന് പോലും പോറേക്കാതെ ഇറങ്ങി വരുന്ന ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പടച്ച റബ്ബിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ റബ്ബെനിക്ക് എന്ത് തീരുമാനിച്ചാലും അതിൽ ഖൈറേ ഉള്ളൂ, ലാഭമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ എവിടെ സഹോദരന്മാരെ ശിർക്കിലേക്ക് പോണത്? പിന്നെ എന്ത് ജാറം, പിന്നെന്ത് സിദ്ധന്, എന്ത് തങ്ങള്, എന്ത് ഹോജ, ഒന്നും ആവശ്യമില്ല. ഹസ്ബി അല്ലാ, എനിക്കെൻ്റെ റബ്ബ് മതി. രോഗം വന്നു, എല്ലാവരും ദ്വാരക്കാൻ പറഞ്ഞു, എല്ലാവരും ദ്വാരുന്നു, പള്ളിക്കുന്ന് മിമ്പറമെന്നുമായിരുന്നു. ഒരു അസുഖത്തിന് ഒരു കുറവുമില്ല. അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് എനിക്കതിൽ ചില ഖൈറുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾ ദ്വാരുന്നല്ലോ നമുക്ക് വേണ്ടി, അതിനൊക്കെ കൂലിട്ടും. ഒരുപാട് മനുഷ്യന്മാർ പ്രാർത്ഥിച്ചു, അതിനെല്ലാം കൂലി കിട്ടും. എൻ്റെ രോഗം മാറാൻ ചിലപ്പോൾ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടാവില്ല. രോഗം പല കാരണത്താൽ വരും. അതിന് ഒരു കാരണം ഹദീസിൽ കാണാം, അല്ലാഹു തആല മനുഷ്യന് സ്വർഗം നൽകാൻ തീരുമാനിക്കുന്നു, എന്നാൽ അവൻ്റെ അമല് കൊണ്ട് സ്വർഗാവകാശിയാകാൻ മാത്രം ഒന്നുമില്ല. അപ്പൊ അല്ലാഹു തആല അവന് സമ്പത്തിലോ ശരീരത്തിലോ മക്കളിലോ അല്ലാഹ് പരീക്ഷണം നൽകുന്നു. അതിലവൻ ക്ഷമിക്കുന്നു, അതിന് കൂലി കൊടുക്കുന്നു. ആ കൂലിയും കൂടി കൂട്ടിവെക്കുമ്പോൾ അവൻ സ്വർഗാവകാശിയായി മാറുന്നു. ഇതറിയാത്ത നമ്മൾ ഈ രോഗം വരുമ്പോൾ അല്ലാഹനെ കുറ്റം പറയാം. അപ്പൊ ഇതറിയാത്ത നമ്മൾ ഒരു രോഗം വരുമ്പോഴേക്ക് കുറെ ചികിത്സിച്ചു, പല മരുന്നും കഴിച്ചു, പലരോടും പറഞ്ഞു, ഉസ്താദുമാരൊക്കെ അറിഞ്ഞു, എല്ലാവരും തോരുന്നു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, പക്ഷെ ഒരു കുറവുമില്ല. അപ്പോഴേക്ക് തോന്നുന്നു, എന്താ പഠിച്ചോരിങ്ങനെ, എന്താ എനിക്ക് മാറാത്തത്? അല്ലാഹനെ പറ്റി കുറ്റം പറയാൻ റബ്ബ് എന്താ മാറ്റാത്തത്? എനിക്ക് കൂലി മതിയായിട്ടില്ല, സ്വർഗത്തിലേക്ക് പോകാൻ ഇനിയും പ്രതിഫലം വേണം. അതുകൊണ്ട് അല്ലാഹു തആല തീരുമാനിച്ചവരൊക്കെ പ്രാർത്ഥിച്ചാലും ശരി ഓനെ ശിഫ കൊടുക്കൂല, ഓടെ കിടക്കട്ടെ. ഈ പ്രാർത്ഥിച്ചതെല്ലാം പ്രതിഫലം അല്ലാഹ് തന്നുകൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കി ഒരു അടിമക്ക് പിന്നെ അവിടെ നിരാശ ഉണ്ടാകും. മകളുടെ വിവാഹം കൊല്ലങ്ങളായി അന്വേഷിക്കുന്നു, ഒരുപാട് അന്വേഷണം വന്നു, എല്ലാം മുടങ്ങുന്നു.
ഇപ്പം ശരിയാവുമെന്ന് വിചാരിക്കുമെന്ന് കണ്ടുപോകുമ്പോൾ പക്ഷേ അവസാനം മുടങ്ങുകയാണ്. അപ്പം നിരാശയല്ല, അവിടെയും സന്തോഷം. എന്താ കാരണം? എൻ്റെ മകൾക്ക് പറ്റിയ ഭർത്താവ് വന്നിട്ടില്ല, അതുകൊണ്ട് എൻ്റെ റബ്ബ് അത് ഒഴിവാക്കി വിട്ടതാണ്. ആ വന്ന ഭർത്താവ് എൻ്റെ മകൾക്ക് പറ്റിയ ഭർത്താവല്ല. അല്ല നമ്മൾ തോന്നുക എൻ്റെ അയൽവാസി എന്തോ മുടക്കുണ്ടോ സംശയമുണ്ട്. പടച്ചോൻ തീരുമാനിച്ച കല്യാണം മുടക്കാൻ മാത്രം അയൽവാസിക്ക് എന്ത് കുതിരത്തുള്ളത്? പിന്നെ എവിടെ നമ്മുടെ കഥാകഥയുടെ വിശ്വാസം? എന്നിട്ട് പിന്നെ ഓനുമായി തെറ്റി. പിന്നെ അന്വേഷണം വരുമ്പോൾ പറയും നിങ്ങൾ ഈ വഴിക്ക് വന്നിട്ടോ മറ്റേ വഴിക്ക് വന്നാൽ മതി. കാരണം ഇതിലെ വന്നാൽ ചിലപ്പോൾ മുടക്കി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും മുടങ്ങൂല. ചില നാട്ടിൽ കാണാൻ വലിയ ബോർഡ് കല്യാണം മുടക്കികളെ ശ്രദ്ധക്കുന്ന സഹതാപം തോന്നുന്നു. ആർക്കാ സഹോദരനെ മുടക്കാൻ പറ്റുക? അല്ല, നമ്മുടെ മകൾ എന്ന് വിവാഹിതയാണെന്ന് പഠിച്ചോൻ തീരുമാനിച്ചകളോ അന്നാവൂലേ? അതിന് മുമ്പ് ഒരു ദിവസം നേരത്തെ ആവോ? ഇല്ല. ഒരു ദിവസം അപ്പുറത്തേക്ക് പോവോ? ഇല്ല. ഇനി അയൽവാസി മുടക്കിന്ന് വിചാരിക്കുക, ഓനെ മുടക്കാൻ അള്ള ഏൽപ്പിച്ചതാണ്. കാരണം ഓരോ അന്വേഷണം വരുമ്പോഴും ഓരോ അഡ്രസ്സ് കിട്ടുമ്പോഴും ഈ വാപ്പയും ഉമ്മയും പ്രാർത്ഥിക്കുന്നെന്താ? പഠിച്ചോനെ എൻ്റെ മകൾക്ക് എൻ്റെ മകന് ഒരു സ്വാലിഹായ ഇണയെ നീ നൽകണേ എന്നാണ്. ഈ വന്നോൻ സ്വാലിഹല്ല, നമ്മളെ നോക്കി പറ്റൂല. പ്രത്യക്ഷത്തിന് സ്വാലിഹാണ്, പക്ഷേ അവൻ്റെ കൂടെ ജീവിച്ചാൽ എൻ്റെ മകളെ സ്വർഗം നഷ്ടപ്പെടും, ഈമാൻ നഷ്ടപ്പെടും, ഭാവി ചിലപ്പോൾ കാഫിറായി പോകും. അത് പഠിച്ചോൻ തീരുമാനിച്ചു, ഓനെ വേണ്ട. അപ്പം മുടക്കണം. അയൽവാസിനെ ഏൽപ്പിച്ച് അത് മുടക്കിക്കാള്. ഇപ്പം തോരക്കുന്നുണ്ട് സ്വാലിഹായത് വേണമെന്ന്. അതിന് പറ്റിയതല്ല, നീ മുടക്കിക്കോന്ന്. മുടങ്ങേണ്ടതേ മുടങ്ങുള്ളൂ, അല്ലാത്ത മുടങ്ങൂല. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ സഹോദരന്മാരെ പിന്നെ ജീവിതത്തിൽ നിരാശ ഉണ്ടാവും. എന്തു സംഭവിച്ചാലും അൽഹംദുലില്ലാഹ് എന്നല്ലേ പറയാൻ കഴിയൂ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ജീവിതത്തിൽ 7 പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. 7 പ്രാവശ്യം ജയിലിൽ പോയി. കക്കാൻ പോയിട്ടല്ല, വേണ്ടത്രയും ചെയ്തിട്ടല്ല. അല്ലാഹുവിന്റെ ദീനിൽ സ്ഥിരപ്പെട്ട നിയമങ്ങളെ സമുദായത്തിന് ഇഷ്ടം നോക്കാതെ വിളിച്ചു പറഞ്ഞതിന് 7 പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരുമ്പോൾ ഇബ്നു തൈമിയ്യ പറയുമായിരുന്നു, എനിക്ക് അറസ്റ്റ് ഒരു ടൂറാണ്. ജയിലിൽ പോകാന്ന് പറഞ്ഞാൽ ടൂറാണ്. നിങ്ങൾ നാട് കടത്തിയാലോ എനിക്കത് ഹിജ്റയാണ്, നിങ്ങൾ കൊന്നുകളഞ്ഞാലോ എനിക്കത് ഷഹാദത്താണ്. അങ്ങനത്തെ ഒരു മനുഷ്യനെ പിന്നെ ആർക്കാ തോൽപ്പിക്കാൻ പറ്റും? കൊന്നാൽ ഷഹീദാകാം, നാട് കടത്തിയാലോ ഹിജ്റ പോയ കൂലി, ജയിലിൽ പോയാലോ ടൂറ് പോണ പോലെ അങ്ങനത്തെ ഒരാളെ പിന്നെ തോൽപ്പിക്കാൻ പറ്റും, നിരാശപ്പെടുത്താൻ കഴിയും? അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്ന ഏറ്റവും വലിയ നിഅമത്ത് ജയിലിൽ കിടക്കാൻ കഴിഞ്ഞതാണ്. ആ ജയിൽവാസത്തെ നിഅമത്തായി കണ്ടു. നമ്മളാണെങ്കിലോ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ദീനിന്റെ പേര് ജയിലിൽ പോയാൽ എന്താ ഇപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഇതിനു വേണ്ടി മണ്ടിപ്പറഞ്ഞിട്ട് പഠിച്ചോനെ ഇതാപ്പം എനിക്ക് തീരുമാനിച്ചത്? ഇബ്നു തൈമിയ്യ പറയും, എനിക്ക് ഏറ്റവും വലിയ നിഅമത്താണ് ജയിലിൽ കിടക്കാൻ കഴിഞ്ഞത്. സഹോദരങ്ങളെ, പടച്ച റബ്ബിനെ പറ്റിയുള്ള നമ്മുടെ ധാരണ നാം ശരിയാക്കണം. എൻ്റെ റബ്ബിൻ്റെ ഖലാ ഖദറാണ് ഈ ലോകത്ത് നടക്കുന്നത്, വേറൊന്നുമില്ല. പടച്ചോൻ തീരുമാനിച്ചതേ നടക്കൂ, അല്ല നിശ്ചയിച്ചതേ നടക്കൂ. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ ആരെക്കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് ഹസ്ബി അല്ലാ, എനിക്കല്ല മതി. എനിക്ക് ജാറും വേണ്ട, എനിക്കൊരു മടവൂരും വേണ്ട, എനിക്ക് ഒരു സിദ്ധനും വേണ്ട, ഒരു ബീവിയും വേണ്ട, ഹോജയും വേണ്ട, ഒരു ചികിത്സാലയും വേണ്ട. എനിക്ക് എൻ്റെ റബ്ബ് നിശ്ചയിച്ചത് മാത്രമേ സംഭവിക്കൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ റബ്ബ് മതി. ഹസ്ബി അല്ലാ. ആ റബ്ബ് അനുവദിച്ച ന്യായമായ ഹലാലായ ചികിത്സാ മുറകൾ അത് സ്വീകരിക്കാം. പടച്ചോൻ അനുവദിച്ച അല്ലാഹും റസൂലും ചെയ്യാൻ പറഞ്ഞ ചികിത്സയുണ്ട്. ന്യായമായ ശരിയായ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ചികിത്സാ രീതികൾ അത് സ്വീകരിക്കാം. അല്ലാത്ത വഴിക്ക് ഞാനില്ല, ഹറാമിലേക്ക് ഞാനില്ല, ഫിത്നയിലേക്ക് ഞാനില്ല, തോന്നിവാസത്തിലേക്ക് ഞാനില്ല, ശിർക്കിലേക്ക് ഞാനില്ല, ഖുറാഫാത്തിലേക്ക് ഞാനില്ല. എനിക്ക് സ്വർഗം കിട്ടിയേ പറ്റൂ. ഇന്ന് മരിച്ചാലും സ്വർഗത്തിൽ പോകണം, സ്വർഗം കിട്ടിയേ പറ്റൂ. ഈമാനോടെ മരിക്കണം, വിശ്വാസിയായി മരിക്കണം. നരകം സഹിക്കാൻ കഴിയില്ല. സാധുവാണ് ഞാൻ എന്ന് നമ്മൾ തീരുമാനിക്കുക. വളരെ ദുർബലനാണ്. ഒരു കല്ലെടുത്തെറിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരെ നമ്മൾ, ഒരു തീപ്പിടി തട്ടിയാൽ സഹിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരെ നമ്മൾ, മര്യാദക്ക് പണിച്ചാൽ സഹിക്കാൻ പറ്റാത്തവരാ നമ്മൾ. നമ്മൾ എങ്ങനെയാണ് ഈ തീയിൽ 78 ചൂടുള്ള തീയിൽ ഫിർഔനിന്റെ കൂടെ, ഖാറൂനിന്റെ കൂടെ, അബൂജഹലിന്റെ കൂടെ, അബൂലഹബിന്റെ കൂടെ, ശൈത്താന്മാരുടെ കൂടെ, തെമ്മാടികളെ കൂടെ, തോന്നിവാസികളെ കൂടെ ആ നരകാഗ്നിയിൽ നമ്മൾ ചെന്ന് കിടക്കുക? പടച്ചറബ് കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നരകം സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഒരു ഉറച്ച തീരുമാനം എനിക്ക് നമ്മുടെ മനസ്സിൽ, റബ്ബേ എനിക്ക് സ്വർഗം കിട്ടിയേ പറ്റൂ. നരകം സഹിക്കാൻ കഴിയും റബ്ബേ, ഞാൻ സാധുവാണ്, ദുർബലനാണ് റബ്ബേ, ദുനിയാവിലെ തീ പോലും സഹിക്കാൻ കഴിയാത്തവനാണ്. എനിക്കെങ്ങനെ ആ തീ സഹിക്കാൻ കഴിയും?
അതുകൊണ്ട് എനിക്ക് സ്വർഗം വേണം, അതിന് എന്ത് മാറ്റം വേണോ ആ മാറ്റം വരുത്താം. അത് എല്ലാവരും കൈയൊഴിഞ്ഞാലും ശരി, ഒഴിയാതിരുന്നാൽ മതി. എല്ലാവരും കൂടെ കൂട്ടിപ്പിടിച്ചാലും പടച്ചോൻ കൈവിട്ടാലോ യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് പടച്ച റബ്ബിൽ ഹസ്ബി അല്ലാ, എനിക്കല്ലാ മതി, തവക്കൽതല്ല, ഞാൻ എല്ലാം അല്ലാഹനെ ഏൽപ്പിച്ചിരിക്കുന്നു, ഇനി ബാക്കിയൊന്നും പ്രശ്നമല്ല. എന്തു വന്നാലും അൽഹംദുലില്ലാഹ്, എൻ്റെ റബ്ബിൻ്റെ തീരുമാനം, റബ്ബെനിക്ക് അതിൽ ഒരു ഖൈർ നിശ്ചയിച്ചിട്ടുണ്ടാവും. രോഗം വന്നോ ഖൈറിനാണ്, പ്രയാസം വന്നോ ഖൈറിനാണ്, സമ്പത്തൊന്നാകെ തകർന്ന് പൊളിഞ്ഞു പോയോ അൽഹംദുലില്ലാഹ് ഖൈറിനാണ്, വേണ്ടപ്പെട്ടെല്ലാം മരിച്ചുപോയോ അൽഹംദുലില്ലാഹ് ഖൈറിനാണ്. അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 കൊല്ലമാണ് രോഗിയായിരിക്കുന്നത്. 14 കൊല്ലം. ഒരു നബിയാണ്, വഹയുണ്ട്, മുഅ്ജിസത്തുണ്ട്, ജിബ്രീലിനെ കാണുന്നുണ്ട്, വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാലത്താണ് 14 കൊല്ലം രോഗിയായി കഴിഞ്ഞത്. ഒരു എന്തെങ്കിലും നന്ദി കേടിൻ്റെ വാക്ക് പോലും ഉണ്ടായിട്ടില്ല. ജിബ്രീൽ വരുമ്പോൾ ഒരു പരാതി റബ്ബിനോടൊന്ന് പറയോ, എൻ്റെ വിഷമം ഇല്ല, ചോദിച്ചിട്ടില്ല. അള്ളാഹിനോട് ആവലാതി പറഞ്ഞിട്ട് ചില തഫ്സീറിൽ കാണാം, അവസാനം അദ്ദേഹത്തെ നാവിനും അസുഖം വന്നതാണ്. അതുവരെ നാവിന് കുഴപ്പമില്ല, അപ്പം ദിക്ർ ചൊല്ലാമായിരുന്നു. നാവിനും പ്രയാസം വന്നപ്പോൾ ആ ദിക്ർ മുടങ്ങുമെന്ന് പേടി. അപ്പോഴാ പഠിച്ചോനെ എനിക്ക് പ്രയാസം വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. സഹോദരങ്ങൾ, അമ്പിയാക്കന്മാരാണ് അതൊക്കെ. ഇബ്രാഹിം നബിക്ക് 90 വയസ്സിലാണ് കുട്ടി ഉണ്ടാകണം. 90 വയസ്സിൽ നബിയാണ്, അള്ളാഹിന്റെ ഖലീലാണ്, സൃഷ്ടികൾ 2ാം സ്ഥാനത്താണ്. സ്വർഗത്തിൽ ആദ്യമായി വസ്ത്രമണിക്കപ്പെടുന്നതാണ് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇബ്രാഹിം നബിക്ക് 90 വയസ്സ് വരെ കുട്ടികളില്ല. ഏത് ജാറത്തേക്കാണ് പോയത്? എവിടെയും പോയിട്ടില്ല. നമ്മളോ കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം കഴിയുമ്പോഴേക്ക് ബേജാറ്, എന്താ കുട്ടികളുണ്ടാണില്ലല്ലോ, അപ്പോൾ മറ്റോൻ പറയാ ജാറത്തേക്ക് പോയൊക്കെ, ആ തങ്ങളെ പോയി കണ്ടോക്കെ, എൻ്റെ മറ്റാൾക്ക് അവിടെ പോയപ്പോഴുണ്ടായത്, ഇവർക്ക് ഇവിടെ പോയിട്ടുണ്ടായത്, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, എനിക്ക് എൻ്റെ റബ്ബി എപ്പോൾ കണക്കാക്കിയോ അപ്പം ഉണ്ടാവും. എൻ്റെ റബ്ബിലേക്ക് മക്കളെ കണക്കാക്കിയിട്ടില്ലേ, എവിടെ പോയാലും ഉണ്ടാവില്ല. എന്നിട്ട് മനുഷ്യന്മാർ പോജാറങ്ങളിലേക്ക് ഉള്ളാൾ ദർഗയിൽ പോയിട്ട് കുട്ടികളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ആലോചിക്കുന്നുണ്ടോ? ഉള്ളാൾ തങ്ങൾ സയ്യിദ് മദനിക്ക് കുട്ടികളില്ലാന്നത് അതുപോലെ ആലോചിക്കുന്നില്ല. ഉള്ളാൾ സയ്യിദ് മദനി ജാറത്തിൽ പോയി കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സയ്യിദ് മദനി മക്കളില്ലാ ജീവിച്ച് മരിച്ചു പോയ മനുഷ്യരാണ്. എല്ലാവരും എന്തിനും വിളിച്ചു പ്രാർത്ഥിക്കുന്നു മൊഹീദ്ദീൻ ഷെയ്ഖിനോട്. ആ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് 21 മക്കൾ മരണപ്പെട്ടു എന്നാണ്. 21 മക്കളെ മയ്യത്ത് കുളിപ്പിച്ച വാപ്പയാണ് മൊഹീദ്ദീൻ ഷെയ്ഖ്. അദ്ദേഹം പറയാണ്, എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാൽ ഞാൻ ഉറപ്പിക്കും അതൊരു മയ്യത്താണ്. എന്നാൽ പിന്നെ അഥവാ ജനിച്ചു വരുമ്പോൾ ജീവനില്ലെങ്കിൽ വിഷമല്ലല്ലോ, ആദ്യം ഉറപ്പിച്ച മയ്യത്താണ്. ജീവനുണ്ടെങ്കിലോ അൽഹംദുലില്ലാഹ്. 21 മക്കളെ മയ്യത്ത് കുളിപ്പിച്ചൊരു വാപ്പ, ആ വാപ്പാനെ വിളിച്ചിട്ടാ എൻ്റെ കുട്ടിക്ക് സുഖമില്ല എന്ന് പറയുന്നത്. സഹോദരന്മാർ, നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുന്നു. ശിർക്കിൻ്റെയും ഖുറാഫാത്തിൻ്റെയും ചതികളിൽ അകപ്പെട്ടിരിക്കുന്നു. ആ ചതിയിൽപ്പെട്ടുകൊണ്ടാണ് ഉറുക്കും നൂലും ഏലസും ഒക്കെയായി നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹിന്റെ ചോദ്യമുണ്ട്, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം. അല്ലയോ മനുഷ്യ, യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യ, മാ ഗർറക, നിന്നെ വഞ്ചിച്ച ഘടകം എന്താണ്? ഏത് ചതിയിലാ മനുഷ്യ നീ പെട്ടുപോയത്? ബിറബ്ബിക്കൽ കരീം, കരീമായ അള്ളാഹിന്റെ കാര്യത്തിൽ, ഔദാര്യവാനായ റബ്ബിന്റെ കാര്യത്തിൽ ഏത് ചതിയിലാ മനുഷ്യ നീ പെട്ടത്? الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك. നിന്നെ സൃഷ്ടിച്ച അല്ലാഹ്, നിന്നെ രൂപകൽപ്പന ചെയ്ത അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിന്നെ സംവിധാനിച്ച അല്ലാഹ്, ഔദാര്യവാനായ അല്ലാഹ്, ആ റബ്ബിന്റെ കാര്യത്തിൽ ഏത് ചതിയിലാ മനുഷ്യ നീ പെട്ടുപോയത് എന്ന് അല്ലാഹു തആല ചോദിക്കുന്നു. ശിർക്കിന്റെ വഴിയെ പോകുന്നവർ ചതിക്കപ്പെട്ടവരാണ്. ഖുറാഫാത്തിന്റെ വഴിയെ പോകുന്നവർ ചതിക്കപ്പെട്ടവരാണ്. അല്ലാഹു അല്ലാത്തവരെ കൈ നീട്ടുന്നുവെങ്കിൽ ചതിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചതിയിൽ പോയി ചാടാൻ പാടില്ല. എനിക്ക് എൻ്റെ റബ്ബ് മതി, എല്ലാം അല്ലാഹനെ ഏൽപ്പിച്ചു, എല്ലാം റബ്ബിൽ തവക്കുലാക്കി എന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി പ്രഖ്യാപിച്ച് ശരിയായ ആദർശവക്താക്കളായി വിശ്വാസ വിശുദ്ധിയോടുകൂടി ജീവിതം ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.